നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. RRB JEE നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ സോൺ അനാലിസിസും പോസ്റ്റിന്റെ ഡീറ്റെയിൽസും വേക്കൻസികളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കടമ്പ എന്താ? നമുക്ക് പഠിച്ചു തുടങ്ങണം. എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങണം. അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, അതിന് വേണ്ട ചെക്ക് ലിസ്റ്റുകൾ എന്തെല്ലാം, സിലബസ് എങ്ങനെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ എൻ്റെ സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തണം. ഈ ഇത്യാദി കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താ? സ്റ്റഡി സ്ട്രാറ്റജി. എങ്ങനെ നമുക്ക് RRB JEEക്ക് വേണ്ടിയിട്ട് ഒരു പെക്യുലിയർ ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടാക്കാം. എന്താണ് RRB JEEയുടെ പ്രത്യേകതകൾ? ഓക്കെ, അതൊരു ജനറൽ സ്റ്റഡി സ്ട്രാറ്റജി ആയിരിക്കും. ഇനി ഓരോ സബ്ജക്റ്റിനും പ്രത്യേകതകളില്ലേ, ജനറൽ അവയർനെസിന് പ്രത്യേകതയില്ലേ, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് പ്രത്യേകതകളില്ലേ, ഈ പ്രത്യേകതകളെല്ലാം മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത്. അതെല്ലാം കഴിഞ്ഞോ? ഇല്ല, ഞാൻ പിന്നെ കുറെ ടെസ്റ്റുകൾ ചെയ്യണം. ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ റിവിഷന് വേണ്ടിയിട്ട് ഞാൻ ആ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തു. ഞാൻ ഷെഡ്യൂൾഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ? RRB JEEലേക്ക് എത്തുള്ളൂ. എൻ്റെ കയ്യിൽ ഒരു റൂട്ട് മാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് ഞാൻ എത്തുള്ളൂ. എൻ്റെ റൂട്ട് മാപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ഞാൻ ബുദ്ധിമുട്ടും. സോ ഒരു വെൽ പ്രൂഫ് ആയിട്ടുള്ള, ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഐഡിയ, ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയും. അതിന്റെ കൂടെ തന്നെ കൂടുതൽ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് സാറേ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക, എങ്ങനെയാണ് മോട്ടിവേഷൻ കീപ്പപ്പ് ചെയ്യുക? അതിന് വേണ്ട കുറച്ച് പോംവഴികൾ കൂടെ പറഞ്ഞു തന്നിട്ടായിരിക്കും നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇതുവരെ RRB JEEയിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിട്ടാണ് ഞങ്ങൾ മുന്നിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്കറിയാം ഇനി എത്ര ദിവസം ഉണ്ടെന്ന്. ആ ദിവസത്തിനുള്ളിൽ എല്ലാ ടോപ്പിക്കും ഒന്നും വിടാതെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെഡ്യൂള് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കും. അത്യാവശ്യം ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു വിന്നർ സ്ട്രാറ്റജി ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് റീസണബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മൊത്തം കേട്ടിരിക്കുക. നിങ്ങൾ പേനയും പേപ്പറും താഴെ വെച്ചിട്ട് നിങ്ങൾ മൊത്തം കേട്ടിരിക്കുക. റീസണബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് FAQs നോക്കാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന്, CBT 1ഉം CBT 2ഉം ഒരുമിച്ച് പഠിക്കണോ? എല്ലാ കുട്ടികളും ചോദിക്കുന്നതാണ്. പാരലൽ പ്രിപ്പറേഷൻ, ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഒരുമിച്ച് പഠിച്ചു തുടങ്ങണോ? അത് ഒരുമിച്ചാണോ പഠിക്കേണ്ടത്? പാരലൽ പ്രിപ്പറേഷൻ വേണോ? അടുത്തത്, സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് വല്ല പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വേണോ? ജനറൽ അവയർനെസ്സിന് വല്ല പ്രത്യേകതകളും ഉണ്ടോ? കറണ്ട് അഫയേഴ്സ് എങ്ങനെയാ പഠിക്കേണ്ടത്? ഓക്കെ, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. ഇതിൽ ബയോളജി ടെക്നിക്കലാരെ പറ്റി വലിയൊരു ടോപ്പിക്കാണ്. ടെക്നിക്കലാർക്ക് അത്ര എളുപ്പമല്ലാത്തൊരു ടോപ്പിക്കാണ് ബയോളജി. ബയോളജി എങ്ങനെ നോക്കിക്കാണാം? ഇങ്ങനെയുള്ള സംശയങ്ങൾ സബ്ജക്ട് സ്പെസിഫിക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ പറയാം. പിന്നെ അടുത്ത സംശയം എന്താ? ഏത് സബ്ജക്ട് ആദ്യം പഠിച്ചു തുടങ്ങണം? നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നോ? ഇനി ഒരുമിച്ച് പഠിച്ചാൽ തന്നെ ആദ്യം ഏത് വെച്ച് തുടങ്ങാം നമുക്ക്? അതിനുള്ള വ്യക്തമായ കാരണം ഉൾപ്പെടെ നമുക്ക് പറയാം. അടുത്തത്, ജനറൽ അവയർനെസ് എന്തെങ്കിലും പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടോ? ജനറൽ അവയർനെസ് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അടുത്തത്, ടെസ്റ്റ് ബേസ്ഡ് റിവിഷൻ. നമ്മൾ എങ്ങനെ റിവൈസ് ചെയ്യുന്നു? ടെസ്റ്റുകളെ വെച്ച് റിവൈസ് എങ്ങനെ ചെയ്യാം? ഏറ്റവും മാക്സിമം എഫിഷ്യൻസിയോടുകൂടി ടെസ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കാം? അടുത്തത്, ഒരു ബിഗിനറിന്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം? ഞാനൊരു ബിഗിനർ ആയിക്കോട്ടെ, ഞാനൊരു എക്സ്പേർട്ട് ലെവൽ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലിൽ പഠിക്കുന്ന ആളായിക്കോട്ടെ, അതായത് ഞാൻ ആദ്യമായിട്ട് ഈ പരീക്ഷ എഴുതുന്ന ആളായിക്കോട്ടെ, കുറച്ച് പരീക്ഷകളൊക്കെ എഴുതി തഴക്കം വന്ന ആളായിക്കോട്ടെ, ഞാൻ കേരള PSC RRBയിലേക്ക് സ്വിച്ച് ചെയ്ത് വന്ന ഒരാളായിക്കോട്ടെ, അതല്ലെങ്കിൽ ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, കൊറോണ വന്നു, കുറെ അൺസ്റ്റെബിലിറ്റികൾ വന്നു, എനിക്കൊരു കറക്റ്റ് സ്റ്റേബിൾ ആയിട്ടൊരു ജോലിക്ക് വേണ്ടി ഞാൻ RRB തിരഞ്ഞെടുത്ത ആളായിക്കോട്ടെ, എനിക്ക് ഈ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവോ ഇല്ലയോ? ഇനി എക്സ് സർവീസ് മാന് 10% റിസർവേഷൻ RRBയിൽ ഉണ്ട്. നമ്മൾ 1000 പോസ്റ്റുകൾ നമുക്കുള്ളപ്പോൾ 10 പോസ്റ്റുകൾ 100 പോസ്റ്റുകൾ അവർക്കുണ്ടാവും. 10% 100 പോസ്റ്റുകൾ അവർക്കുണ്ടാവും. അവർക്ക് ഈ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവോ? എക്സ് സർവീസ് മാനും ഈ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആവോ? അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ സ്ട്രോങ് ഏരിയാസും എന്റെ വീക്ക് ഏരിയാസും കണ്ടുപിടിക്കണം എന്ന് എല്ലാവരും പറയും. എങ്ങനെ അത് കണ്ടുപിടിക്കാം? എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ്, നിങ്ങളുടെ വീക്ക് ഏരിയാസ് കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാനെന്ന്. എങ്ങനെ അത് കണ്ടുപിടിക്കാം? അടുത്തതോ, ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. എന്തെല്ലാം ചെക്ക് ലിസ്റ്റുകൾ, എന്തെല്ലാം പോയിന്റുകൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കാമുള്ളൂ. ഏറ്റവും ആദ്യം ടൈം ടേബിൾ ഉണ്ടാക്കുക, എന്നിട്ടേ പഠിച്ചു തുടങ്ങാമുള്ളൂ. സോ ഈ സെഷന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഹൗ ടു പ്രിപ്പയർ ഫോർ RRB JEE, അതാണ് നമ്മുടെ സെഷൻ. അടുത്തത്, എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം? ഞാൻ പലപ്പോഴും ലോ ആയി പോവും, എന്റെ മോട്ടിവേഷൻ കുറഞ്ഞു പോവും, ഞാൻ കോൺഫിഡന്റ് അല്ലാതെ എഴുതുന്ന അവസ്ഥകൾ വരും. എങ്ങനെ എനിക്ക് എന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം? ഈ 8 മാസത്തെ ഒരു സൈക്കിളിൽ, ഈ 6 മുതൽ 8 മാസമുള്ള സൈക്കിളിൽ ഞാൻ എങ്ങനെ എന്റെ കോൺഫിഡൻസ് കീപ്പപ്പ് ചെയ്യും?
അതിനെപ്പറ്റി കൂടെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുക. സോ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാക്സിമം പറയാൻ നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കും. ഓക്കെ, മാക്സിമം ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കും. ഓക്കെ, നമുക്ക് നേരെ സെഷനിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പറയാനുള്ളത് എന്താ, ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ, RRB JEE അല്ല, ഇനി NTPC അല്ല, CGL അല്ല, ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് സിലബസ്, അടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, സിലബസിൽ എന്തെല്ലാം ഉണ്ട്? ഒരു സിലബസിൽ എന്തെല്ലാം ഉണ്ട്? സബ്ജക്ട് ടോപ്പിക്കും റെഫറൻസ് ബുക്കും നമുക്ക് സിലബസിൽ നിന്ന് കിട്ടും. എന്താണ് സബ്ജക്ട് ടോപ്പിക്? നമുക്ക് ആ പരീക്ഷയ്ക്ക് ഇപ്പോൾ RRB JEEക്ക് ഏതെല്ലാം ടോപ്പിക്സ് ആണ് നമുക്ക് RRB JEEക്ക് പഠിക്കാനുള്ളത്? എല്ലാം സബ്ജക്ട്സ് ആണ്. നമുക്ക് ജനറൽ അവയർനെസ് പഠിക്കാനില്ലേ, നമുക്ക് ജനറൽ സയൻസ് പഠിക്കാനുണ്ട്, മാത്തമാറ്റിക്സ് പഠിക്കാനുണ്ട്, റീസണിങ് പഠിക്കാനുണ്ട്. ഇതെല്ലാം അറിയുന്ന എവിടുന്ന? സിലബസ് ഇത് അറിയുന്നത്. അതിൽ തന്നെ സബ് ഡിവിഷൻസ്, ജനറൽ അവയർനെസ്സിലാണെങ്കിൽ എക്കണോമി, പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, പിന്നെ കറണ്ട് അഫയേഴ്സ്, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ഞാൻ അറിയുന്ന എവിടുന്ന? സിലബസിൽ നിന്ന്. ഇതിനെല്ലാം ഉള്ള റെഫറൻസ് ബുക്ക് നിങ്ങൾക്കറിയാം. ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതെല്ലാം 10ാം ക്ലാസ് ലെവലിലുള്ള NCERT നിന്ന് പഠിക്കണം എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? സിലബസിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ജനറൽ അവയർനെസ്സിന് NCERT നോക്കിയാൽ മതി, സിലബസിലെ ടോപ്പിക്കുകൾ കാണാൻ നമുക്ക് മനസ്സിലാവും. റെഫറൻസ് ബുക്ക് എന്താ? NCERT അത് മനസ്സിലാവും. ഇനി മാത്സും റീസണിങ്ങോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പഠിക്കണം. എത്ര കൺസെപ്റ്റ് പഠിച്ചിട്ടും കാര്യമുണ്ടോ? ഇല്ല, പ്രാക്ടീസ് ആണ് അവിടുത്തെ കീ. സോ ഇതെല്ലാം അറിയുന്ന എവിടെയാ? സിലബസ് കാണുമ്പോൾ അറിയും. അതുകൊണ്ട് മതിയായോ? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. ഒരു പരീക്ഷയ്ക്ക് നമ്മൾ രണ്ട് കാര്യമുള്ളൂ, ഒന്ന് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് പറഞ്ഞുതരും? എന്താണ് ഒരു കൺസെപ്റ്റ് ഡെപ്ത്, എത്രത്തോളം ഡെപ്ത് ഉള്ള കൺസെപ്റ്റ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ RRB NTPCയുടെ പരീക്ഷാ ചോദ്യങ്ങൾ പോലെയല്ല RRB JEEയുടെ പരീക്ഷാ ചോദ്യങ്ങൾ. അത് ഞാൻ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ഫിസിക്സ് എടുക്കൂ, കുറച്ചും കൂടെ ടെക്നിക്കൽ ലെവലുള്ള ഫിസിക്സ് ആണ്, പ്രോബ്ലംസ് ഉള്ള ഫിസിക്സ് ആണ് RRB JEEക്ക് ചോദിക്കുക. NTPCക്കോ എവറി ഡേ ലൈഫുള്ള ഫിസിക്സാ ചോദിക്കുക. NCERT ലെവലുള്ള ഫിസിക്സാ ചോദിക്കുക. അതിലും പ്രോബ്ലംസ് ചോദിക്കില്ല NTPCക്ക്. ഓക്കെ, RRB JEE ടെക്നിക്കൽ ലെവലുള്ള ഫിസിക്സ് നമുക്ക് ചോദിക്കുക. മനസ്സിലാവുന്നില്ലേ? ഇനി വേറെ എടുക്കൂ, ജനറൽ അവയർനെസ് എടുക്കൂ. 50 മാർക്കോളം NTPCക്ക് ജനറൽ അവയർനെസ്സിനുണ്ട്. അത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ചോദ്യങ്ങൾ ചോദിക്കാം, കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. RRB JEEക്ക് അത്രയും ചോദ്യങ്ങളില്ല, കുറച്ചുകൂടി ഡെപ്ത് കുറഞ്ഞ ചോദ്യങ്ങളാണ്. സോ ഈ കൺസെപ്റ്റിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് അറിയും. അത് മാത്രം കൊണ്ട് മതിയായോ? ഇല്ല, എനിക്ക് ടൈപ്പ് പറയണം. ക്വസ്റ്റ്യൻ ടൈപ്പ്, എന്തെല്ലാം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്സിൽ എന്ത് ചോദിക്കുന്നുണ്ട്? തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, പ്രോബ്ലംസും ചോദിക്കുന്നുണ്ട്. ഇത് അറിയണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം. ഓക്കെ, ജനറൽ അവയർനെസ് എന്തെല്ലാം ചോദിക്കുന്നുണ്ട്? എത്ര ശതമാനം കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്, എത്ര ശതമാനം സ്റ്റാറ്റിക് ടോപ്പിക് ചോദിക്കുന്നുണ്ട്. ഇനി മാത്തമാറ്റിക്സ് എടുക്കൂ, വർക്ക് ആൻഡ് ടൈമിംഗ് ഇന്ന് പല ടൈപ്പുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഏതൊക്കെ ടൈപ്പുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്? ഓക്കെ, എയും ബിയും വർക്ക് ചെയ്തു, ABC വർക്ക് ചെയ്തു. ഇതിൽ ഏതൊക്കെ ടൈപ്പാണ് RRB JEEക്ക് ചോദിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നു. സോ ഞാൻ സിലബസിനെ മനസ്സിലാക്കിയിട്ട് സബ്ജക്ട് ടോപ്പിക്കുകളും റെഫറൻസ് ബുക്കും പറഞ്ഞു. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് കൺസെപ്റ്റിന്റെ ഡെപ്തും ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും അറിഞ്ഞു. ഇത് രണ്ടും അറിഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അനലൈസ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? എന്റെ സിലബസിൽ ഓരോ സബ്ജക്റ്റിന്റെ വെയിറ്റേജ് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നു. ഓക്കെ, മാത്സിന്റെ വെയിറ്റേജ് ഒരു ടൈം ടേബിളിൽ മാത്സിന് പ്രയോറിറ്റി കൊടുക്കുന്നു. ജനറൽ അവയർനെസിന്റെ വെയിറ്റേജ് നോക്കിയിട്ട് ജനറൽ അവയർനെസിന് പ്രയോറിറ്റി കൊടുക്കുന്നു. അതിന്റെ സിലബസിന്റെ എത്രത്തോളം വാസ്റ്റ് ആണ്, എത്രത്തോളം ഷോർട്ട് ആണ്, സിലബസിന്റെ ഉള്ളിൽ നിന്നാണോ ചോദ്യങ്ങൾ, അതെല്ലാം നോക്കിയിട്ട് ഞാൻ സിലബസ് ഉണ്ടാക്കുന്നു, ടൈം ടേബിൾ ഉണ്ടാക്കുന്നു. ഏത് ആദ്യം പഠിക്കണം, ഏത് അവസാനം പഠിക്കണം, ഏതിന് എത്ര സമയം കൊടുക്കണമെന്ന്. അത് മാത്രം മതിയോ? എന്താണ് പഠിക്കേണ്ടത്, എപ്പോഴാണ് പഠിക്കേണ്ടത്? ഓക്കെ, എപ്പോഴാണ് പഠിക്കേണ്ടത് നമുക്ക് ഓക്കെ. എന്താണ് പഠിക്കേണ്ടത് അറിയണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം. സോ എന്റെ സ്റ്റഡി സ്ട്രാറ്റജി എങ്ങനെയാണ് പഠിക്കേണ്ടത് ഈ ഓരോ കണ്ടന്റിലും. ഫോർ എക്സാമ്പിൾ ബയോളജി എടുക്കൂ അല്ലെങ്കിൽ ഫിസിക്സ് എടുക്കൂ, എങ്ങനെയാണ് ഫിസിക്സ് പഠിക്കേണ്ടതെന്ന് അറിയാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം. എത്ര സമയം കൊടുക്കണം എന്നറിയാൻ സിലബസ് നോക്കിയാൽ മതി. 30% മാർക്ക് സയൻസിനുണ്ട്. സോ 30% സമയം ആർക്ക് കൊടുക്കണം? ടൈം ടേബിള് ഫിസിക്സിന് കൊടുക്കണം, എന്നാലേ ആ മാർക്ക് കിട്ടുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ നമ്മൾ സിലബസ് നോക്കിയിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടാക്കുന്നു. നമുക്ക് ആദ്യം ഓരോ വിഷയത്തിന്റെയും സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി നോക്കാം. പ്രീവൈക്യു അനലൈസ് ചെയ്തിട്ട് NCERTകളെ മനസ്സിലാക്കി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി നമുക്ക് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം മനസ്സിലാക്കി നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ അല്ലേ? സോ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്കൊരു ജനറൽ ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി നോക്കാം, എങ്ങനെ പഠിക്കാം. ഓക്കെ, പഠിച്ചു തുടങ്ങാൻ നേരത്ത് ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം സിലബസ് ആണ്. സിലബസിൽ എന്തെല്ലാം ടോപ്പിക്കുകൾ ഉണ്ട്, എന്നാലല്ലേ ടോപ്പിക് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം നമ്മുടെ RRB JEEയുടെ സിലബസിൽ രണ്ട് കാര്യങ്ങളുള്ളത്, ഒന്ന് CBT 1ഉം CBT 2ഉം.
ഓക്കെ, CBT 1 എന്തൊക്കെ ടോപ്പിക് ഉണ്ട്? മാത്സ് 30 മാർക്കിന്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25 മാർക്കിന്, ജനറൽ സയൻസ് 30 മാർക്കിന്, ജനറൽ അവയർനെസ് 15 മാർക്കിന്. ഇത്രയും കാര്യങ്ങളാണ് CBT 1 CBT 1 ഓരോ പോസ്റ്റിനും പ്രത്യേകം കട്ട് ഓഫ് ആണ് 2018 ഉണ്ടായത്. ഈ കട്ട് ഓഫ് ഞാൻ എഴുതിയിട്ടുള്ള പോസ്റ്റിന് ആ കട്ട് ഓഫ് ക്ലിയർ ആയി കഴിഞ്ഞാൽ എനിക്ക് CBT 2 എഴുതാം. CBT 2 ഏതൊക്കെ വിഷയങ്ങളുള്ള? നോൺ ടെക്നിക്കൽ വിഷയമായിട്ടുള്ള ജനറൽ അവയർനെസ് ഉണ്ട് 15 മാർക്കിന്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ട്. എത്ര മാർക്കിന്? 15 മാർക്കിന്. വീണ്ടും ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ അതും കൂടെ ഉണ്ട്. ഇത്ര നേരം നമ്മൾ കാണാത്തൊരു പുതിയ ആളത്. ആര്? ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. എത്ര മാർക്കാ? 10 മാർക്ക്. അടുത്ത ആളാരാ? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട്. എത്ര മാർക്കാ? 10 മാർക്ക്. അതുകൊണ്ട് CBT 1 തീർന്നോ? ഇല്ല. ഏറ്റവും മേജർ പ്ലെയർ വരാനിരിക്കുന്നുള്ളൂ. ആരാ? ടെക്നിക്കൽ എബിലിറ്റീസ്. എത്ര മാർക്ക്? 100 മാർക്ക്. CBT 1 ക്വാളിഫൈ ചെയ്ത് ആ കട്ട് ഓഫ് കടക്കുന്ന ആൾക്കാരാണ് CBT 2 എത്തുള്ളൂ. അവര് ഈ 150 മാർക്കിന്റെ കട്ട് ഓഫ് കൂടി കടന്നിട്ട് ആ മെറിറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾ പ്ലേസ്ഡ് ആവാം. ഓക്കെ അല്ലേ? RRBJയിൽ ഏത് പോസ്റ്റാ ഏത് സോണാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അത് വെച്ചിട്ടായിരിക്കും, നിങ്ങളുടെ പ്രിഫറൻസ് വെച്ചിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനാലിസിസ് എന്താ? നമുക്ക് മാത്സിനെയും റീസണിങ്ങിനെയും ഒരേ തട്ടിൽ തൂക്കാം. കാര്യം എന്താ? രണ്ടും ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് രണ്ടും ക്വാണ്ടിറ്റേറ്റീവ് ആണ്. രണ്ടും ഒരുമിച്ചെടുക്കാൻ നമുക്ക് ഒരുമിച്ച് പഠിക്കാലോ, ഒരേ സ്വഭാവമുള്ള ആൾക്കാരല്ലേ. സോ രണ്ടുപേരും കൂടി കൂടുമ്പോൾ 55 മാർക്ക് CBT 1 മാത്രം 55 മാർക്ക് ആർക്കായി? മാത്സിനും റീസണിങ്ങിനും ആയി. ഓക്കെ അല്ലേ? അടുത്ത മേജർ പ്ലെയർ ആരാ? അടുത്ത കൊമ്പൻ ആരാ? ജനറൽ സയൻസ്. 30 മാർക്ക് ജനറൽ സയൻസിനുള്ളത്. ഓക്കെ അല്ലേ? ഇനി ജനറൽ സയൻസ് CBT 1 മാത്രമാണോ ഉള്ളൂ? അല്ല, ഫിസിക്സ് കെമിസ്ട്രി CBT 2 കൂടെ ഉണ്ട്. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ്? ഫിസിക്സ് കെമിസ്ട്രി പ്ലസ് ബയോളജി ആണ് എവിടെ ഉള്ളത്? ജനറൽ സയൻസിലുള്ളത്. ഏതില്? CBT 1. CBT 2 ഫിസിക്സും കെമിസ്ട്രിയും മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് കിട്ടുന്ന അനാലിസിസ് എന്താ? ബയോളജി CBT 1 മാത്രമേ ഉള്ളൂ. ബയോളജി തിയറിറ്റിക്കൽ ആണ്, CBT 1 മാത്രമേ ഉള്ളൂ. മനസ്സിൽ വെച്ചോളൂ. അടുത്തത് ഇനിയുള്ള ആളാരാ? ജനറൽ അവയർനെസ്. CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. എല്ലാവരും പറയും എന്ത്? ജനറൽ അവയർനെസ് 15 മാർക്കിന് മാത്രമേ ഉള്ളൂ. നോക്കൂ, 30 മാർക്ക് ജനറൽ അവയർനെസ് ഉണ്ട്. CBT 1 15 മാർക്ക്, CBT 2 15 മാർക്ക്. എന്നാൽ മാത്സും റീസണിങ്ങും CBT 2 ഉണ്ടോ? ഇല്ല. ജനറൽ അവയർനെസ് 2 ഉണ്ട്, ജനറൽ സയൻസും 2 ഉണ്ട്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ ഇവർ രണ്ടുപേരും പഠിക്കേണ്ടി വരും. വേണ്ടവരല്ലേ? CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. കോമൺ ടോപ്പിക്സാ, ആദ്യമേ കവർ ചെയ്ത് വെക്കാലോ. ഇതും മനസ്സിൽ വെക്കുക. ഇനി ആരുള്ള? എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ. ഇത് രണ്ടിനും ബേസിക്സ്, രണ്ടിനും 10 മാർക്ക് വെച്ചിട്ട്. പ്യുവർ തിയറിയാണ്. സിലബസിൽ നിന്ന് നേരിട്ട് ചോദിക്കുന്ന പ്യുവർ തിയറിയാണ് ഇവർ രണ്ടുപേരും. സോ ഇവർ രണ്ടുപേരും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ളതാരാ? ടെക്നിക്കൽ എബിലിറ്റി. നമുക്ക് ടെക്നിക്കൽ എബിലിറ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നിങ്ങളുടെ അടുത്ത് വീഡിയോ ആയിട്ട് വരും. എങ്ങനെ ടെക്നിക്കൽ പഠിക്കാം, എങ്ങനെ പഠിച്ചു നോക്കാം, അതിന്റെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ്, ഗേറ്റ് പഠിക്കുന്ന പോലെ ഇതിന് പഠിക്കണോ, ഇതിന് വേറെ തന്നെ സ്ട്രാറ്റജി വേണോ, അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് വരും. സോ ടെക്നിക്കൽ എബിലിറ്റി തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമ്മൾ പാരലലി പ്രിപ്പയർ ചെയ്യും. Day 1 മുതൽ പ്രിപ്പയർ ചെയ്യും നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, CBT 2 ആയിട്ടല്ല, Day 1 മുതൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും ടെക്നിക്കൽ. കാര്യം അത്രത്തോളം ടോപ്പിക് ഉണ്ട്, 100 മാർക്ക് ഉണ്ട്. സോ അതവിടെ നിൽക്കട്ടെ, അതവിടെ റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം. നമ്മൾ എന്താ അനലൈസ് ചെയ്തു? 55 മാർക്കിന്റെ കൊമ്പന്മാരാരൊക്കെയാ? മാത്സും ഇന്റലിജൻസും. ഇവർ രണ്ടിലും CBT 1 ക്വാളിഫൈ ആവോ? ആവത്തില്ല. പിന്നെ ആരാ? ജനറൽ സയൻസ്. അവൻ CBT 1 ഉണ്ട്, 2 ഉണ്ട്. അവയർനെസ് 30 മാർക്കിന് 1 ഉണ്ട്, 2 ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയും നമ്മൾ സിലബസിൽ അനലൈസ് ചെയ്തല്ലോ. നമുക്കിനി നോക്കാം. CBT 1 100 മാർക്കിന് 90 മിനിറ്റിനാണ്. CBT 2 150 മാർക്കിന് 120 മിനിറ്റിനാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം, പാരലൽ പ്രിപ്പറേഷൻ വേണോ വേണ്ടയോ? ഇവിടെ നമുക്ക് 2 സിനാരിയോസ് എടുക്കാം. 2 തരത്തിലുള്ള ആൾക്കാരാണ് RRBJE പഠിക്കാൻ വരിക. എന്ത്? ഒന്നാമത്തെ ആള് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആള്. എനിക്ക് ടെക്നിക്കൽ അറിയാം, നോൺ ടെക്നിക്കൽ വലിയ പിടുത്തമില്ല. ജനറൽ അവയർനെസ്സിലും ജനറൽ സയൻസിലും മാത്സിലും റീസണിങ്ങിലും വലിയ പിടുത്തമില്ല. പക്ഷെ എനിക്ക് എന്തറിയാം? ടെക്നിക്കൽ അറിയാം. അത് ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആള്, പുള്ളിക്കാരൻ എന്തറിയാം? നോൺ ടെക്നിക്കൽ നല്ലോണം അറിയാം. PSC സ്വിച്ച് ചെയ്ത് വന്ന ആള്, അല്ലെങ്കിൽ CGL CHS എഴുതിക്കൊണ്ടിരിക്കുന്ന ആള്. അവർ RRBJE ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി വന്നു. അവർക്ക് എന്തറിയാം? നോൺ ടെക്നിക്കൽ അറിയാം, ടെക്നിക്കൽ അറിയില്ല. ഇവർക്ക് രണ്ടുള്ള പ്രശ്നം. ആദ്യത്തെ ആൾക്ക് പ്രശ്നം, ടെക്നിക്കൽ അറിയാവുന്ന ആളുടെ പ്രശ്നം എന്താണ്? CBT 1 ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഇയാളുടെ സ്കില്ല് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. സോ CBT 1 വേണമെങ്കിൽ നോൺ ടെക്നിക്കൽ അറിയണം.
സോ ഇയാൾ ഡേ 1 മുതൽ നോൺ ടെക്നിക്കലും പഠിക്കണം, ടെക്നിക്കലും പഠിക്കണം. ഇനി അടുത്ത ആളെടുക്കൂ, നോൺ ടെക്നിക്കൽ മാത്രം അറിയാവുന്ന ആളെടുത്തു, ഇയാൾ നോൺ ടെക്നിക്കൽ ക്വാളിഫൈ ചെയ്തു. പിന്നെ CBT 1 നിന്ന് CBT 2ലേക്കുള്ള ദൂരം 2-3 മാസം മാത്രമാണ്. 3 മാസം കൊണ്ട് 100 മാർക്കിന്റെ ടെക്നിക്കൽ പഠിച്ചു തീർക്കാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടാണ്. സോ നോൺ ടെക്നിക്കൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം മുതലേ പഠിച്ചു തുടങ്ങേണ്ടി വരും. സോ പാരലൽ പ്രിപ്പറേഷൻ ഇല്ലാതെ RRB JEE ക്വാളിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് ഫസ്റ്റ് റൂൾ, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? പാരലൽ പ്രിപ്പറേഷൻ വേണം. CBT 1ഉം CBT 2 ഒരുമിച്ച് പഠിക്കുക. ബേസിക്കലി ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഒരുമിച്ച് തന്നെ വേണം പഠിക്കാൻ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? CBT 1 ആണ് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത്. എന്താ? ടെക്നിക്കൽ പിള്ളേർ കൂടുതൽ എഴുതുന്ന പരീക്ഷയ്ക്ക് നോൺ ടെക്നിക്കൽ പരീക്ഷ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടെക്നിക്കൽ എഴുതാൻ പറ്റുള്ളൂ. സോ നോൺ ടെക്നിക്കൽ പഠിച്ചിട്ട് മാത്രം പോവാ. അതിനെ എളുപ്പമായിട്ട് ഫ്രീ ആയിട്ട് സിമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്നിക്കൽ എഴുതേണ്ട പോലും വരില്ല. അതിന് മുന്നേ ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. സോ നിർബന്ധമായിട്ടും നോൺ ടെക്നിക്കൽ പഠിക്കുക. ടെക്നിക്കൽ അറിയാം എന്ന് വിചാരിച്ച് ലാഘവത്തോടെ ഈസി ആയിട്ട് ആ പരീക്ഷയ്ക്ക് പോകാതിരിക്കുക. സോ രണ്ടും കൂടെ പാരലലി പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ നേരത്ത് കാണിച്ചു തരാം. ഡേ 1 മുതൽ ഡേ എക്സാം ഡേ വരെ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇനി സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകാം. നിങ്ങൾക്ക് പാരലൽ പ്രിപ്പറേഷൻ വേണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകാം. ഓക്കെ, നോക്കാം. നമ്മുടെ സ്റ്റഡി പ്ലാൻ, മൊത്തത്തിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ, RRBക്ക് JEEക്ക് വേണ്ട സ്റ്റഡി പ്ലാനിൽ നമ്മൾ ആകെ അറിയേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ബാക്കി എല്ലാം സോർട്ടഡ് ആണ്. ഇതാണ് ഇതിന്റെ ഫൗണ്ടേഷൻ. ഇതിന്റെ തറക്കൽ ഇതാണ്. ഇതിന്റെ മുകളിലേക്ക് വേണം നമുക്ക് RRB JEEയുടെ സ്ട്രാറ്റജി പടുത്തുയർത്താൻ. എന്തെല്ലാം കാര്യമാണ്? ഒന്നാമത്തെ കാര്യം, കൺസെപ്റ്റിൽ ക്ലാരിറ്റി ഉണ്ടാക്കാം. ഏതൊരു വിഷയം ആയിക്കോട്ടെ, മെയിൻ ബി പൊളിറ്റി, എക്കണോമിക്സ്, ഏതും ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ഇനി വേണ്ട റീസണിങ് ആയിക്കോട്ടെ, ഏതൊരു പരീക്ഷ ആയാലും ഏതൊരു ടോപ്പിക് ആയാലും ആദ്യം കൺസെപ്റ്റ് ഉണ്ടാക്കുക, കൺസെപ്റ്റിൽ ക്ലാരിറ്റി വരുത്തുക, എന്റെ ഫൗണ്ടേഷൻ പക്കയാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫ്രീക്വന്റ് ആയിട്ട് ഞാൻ അനലൈസ് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, സോ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? 2 കാര്യങ്ങളാ. ഒന്ന്, കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ഞാൻ ആദ്യം ഒരു പാഠഭാഗം പഠിക്കുന്നു. ഓക്കെ, സേ ബയോളജിയിൽ ഒരു പാഠഭാഗം പഠിക്കുന്നു, എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ മനസ്സിലാക്കുക എന്ത്? ഞാൻ പഠിച്ചതിൽ എല്ലാ കാര്യവും എന്റെ മനസ്സിലില്ല, എനിക്ക് ഓർമ്മയിലില്ല. ഞാൻ പഠിച്ചതിൽ കുറെ കുറവുകളുണ്ട്. ഞാൻ ആ കുറവുകളെ വീണ്ടും എന്റെ കൺസെപ്റ്റിൽ കൊണ്ട് എൻറിച്ച് ചെയ്യുന്നു. ഓക്കെ, സോ എന്റെ കൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ഈ സൈക്കിൾ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുക. മനസ്സിലാവുണ്ടോ? ഫോർ എക്സാമ്പിൾ 143 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 143 എന്താണ്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. അഡ്വൈസ് വാങ്ങിക്കാനുള്ള, പ്രസിഡന്റിന് സുപ്രീം കോർട്ടിന്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് വാങ്ങിക്കാനുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 143. എനിക്ക് പരീക്ഷയ്ക്ക് ഒരു ഓപ്ഷൻ വന്നു, അല്ലെങ്കിൽ എന്റെ പ്രാക്ടീസ് ടെസ്റ്റിൽ ഒരു ഓപ്ഷൻ വന്നു. 143 എന്താണ്? എനിക്ക് മാറിപ്പോയി. ഞാൻ പഠിച്ചിട്ടും എനിക്ക് മാറിപ്പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കണ്ടന്റിൽ പോവുക. എന്റെ കണ്ടന്റിൽ പോയി എന്നെ എൻറിച്ച് ചെയ്യുക. ഓക്കെ, തെറ്റുകൾ പറ്റുക, എൻറിച്ച് ചെയ്യുക. പുതിയൊരു കൺസെപ്റ്റ് കിട്ടിയ അതിനെയും കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ തുടങ്ങാൻ. ഈ 2 റൂള്, കൺസെപ്റ്റ്, പ്രാക്ടീസ്, ഈ 2 റൂളും വച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഓക്കെ, ഈ 2 റൂൾ നിങ്ങൾ മനസ്സിലേക്ക് വന്നല്ലോ. ഇനി നമുക്ക് സബ്ജക്ട്, ഓരോ സബ്ജക്റ്റിനും വേണ്ട സ്ട്രാറ്റജി നോക്കാം. ഏതൊക്കെയാണ് നമ്മുടെ സബ്ജക്ട്? നമ്മൾ മുന്നേ പറഞ്ഞു ഇത്രയും സബ്ജക്ട് നമുക്കുള്ളത്. ഇത് നമുക്ക് കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റിനെ മാത്രം ലിസ്റ്റ് ചെയ്യാം. ഏതൊക്കെയാ വരിക? മാത്സ്, റീസണിങ്, സയൻസ്, സയൻസിൽ വീണ്ടും കെമിസ്ട്രി, ഫിസിക്സ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ, എൻവയോൺമെന്റ്, ടെക്നിക്കൽ എബിലിറ്റി. ഇവ 2 ക്ലബ് ചെയ്തില്ലേ? സോ ഇത്രയും സബ്ജക്ട് നമുക്കുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ആളാരാ? മാത്സ് ആൻഡ് റീസണിങ്, മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. ഇവർ 2 നമ്മൾ ഒരുപോലെ കാണുന്നത്. ഞാൻ പറഞ്ഞു 2ഉം ക്വാണ്ടിറ്റി ആണ്, 2ഉം പ്രോബ്ലംസ് ആണ്, 2നും പ്രാക്ടീസ് ഒരുപാട് വേണം. സോ ഇവരുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഫണ്ടമെന്റൽസ് എന്ന് വേണം പഠിച്ചു തുടങ്ങാൻ. എന്താണ് ഫണ്ടമെന്റൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാത്സ് എടുക്കൂ, 20 വരെയുള്ള സ്ക്വയറുകൾ പഠിക്കുക, 20 വരെയുള്ള ക്യൂബുകൾ പഠിക്കുക, 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. എന്നിട്ട് മാത്രമേ പഠിക്കാനിരിക്കാമുള്ളൂ. നിങ്ങൾ ഫ്രാക്ഷൻ പഠിക്കാനിരുന്നു, 1/3 എത്രയാണെന്ന് പഠിച്ചു വയ്ക്കുക, 1/5 എത്രയാണെന്ന് പഠിച്ചു വയ്ക്കുക, √2 എത്രയാണെന്ന് പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് എക്സാമിന് ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും, നിങ്ങളുടെ സ്പീഡ് കൂട്ടാൻ പറ്റും. സോ ഫണ്ടമെന്റൽ തുടങ്ങാം. ഇനി റീസണിങ് എടുക്കൂ. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? ഫാമിലി റിലേഷൻ പഠിച്ചു വെച്ചാലേ ബ്ലഡ് റിലേഷന്റെ ചോദ്യങ്ങൾ ചെയ്യാൻ എളുപ്പം. നെഫ്യൂ ആരാ, നീസ് ആരാ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആരാ, ഇതെല്ലാം പഠിച്ചു വെച്ചാൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി ആൽഫബറ്റിക് ഓർഡർ, മിറർ വൈസ് ഉള്ള ആൽഫബറ്റിക് ഓർഡർ, മോളിൽ നിന്ന് താഴെയിട്ടുള്ളത് ഓർഡർ, നടുക്ക് മുറിച്ചിട്ടുള്ള ഓർഡർ, നമ്പർ വൈസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സീരീസിന്റെ ചോദ്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഫണ്ടമെന്റൽസ് ആദ്യം ബിൽഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഫണ്ടമെന്റൽസ് ബിൽഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോമ്പിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് മാത്സിനെ പഠിക്കാം. എന്താണ് കോമ്പിനേഷൻ സ്ട്രാറ്റജി? നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പെർസെന്റേജ് പഠിക്കാൻ വേണ്ടിയിരുന്നു.
ഓക്കെ, നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസും പഠിക്കാൻ പോകുന്നുണ്ട് മുന്നിൽ. സോ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ടോപ്പിക്കിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് ഏതിൽ വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്നത്. അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇൻ ആപ്ലിക്കേഷൻ ചോദ്യങ്ങളാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ വരുന്നത്. സോ ഇതിനെ മൂന്നിനെയും ക്ലബ് ചെയ്ത് പഠിച്ചൂടെ? ഇതാണ് കോമ്പിനേഷൻ സ്ട്രാറ്റജി കൊണ്ട് പറയുന്നത്. നിങ്ങൾ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫണ്ടമെന്റൽ ടോപ്പിക്സ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ, ഓൾജിബ്ര, ഫ്രാക്ഷൻസ്, ഡിവിസിബിലിറ്റി, ഓക്കെ, റേഷ്യോ പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, ഇതെല്ലാം പഠിച്ചിട്ട് മാത്രമേ ആപ്ലിക്കേഷൻ ലെവൽ ടോപ്പിക്സിലേക്ക് കടക്കാൻ പാടുള്ളൂ. അത് മാൻഡേറ്ററി ആണ്. ഓക്കെ, നിങ്ങൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരായിരിക്കും, എന്തിനാ നിങ്ങൾ ട്യൂഷനിൽ പിള്ളേരെ പഠിപ്പിച്ച ആൾക്കാർ പോലും ആയിരിക്കും. എന്നാലും ഫണ്ടമെന്റൽ കവർ ആക്കുക. ഫണ്ടമെന്റൽസ് കവർ ആക്കിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും ആപ്ലിക്കേഷൻ ലെവലുകൾ പഠിക്കാൻ. നിങ്ങളുടെ സമയം ഒരുപാട് പോകും. ഇതെല്ലാം കാണുക. ഞാൻ പെർസെൻറ്റേജിന്റെ വീഡിയോ കണ്ടു, അതിന്റെ കൂടെ തന്നെ ഞാൻ എന്ത് കാണാം? അതിന്റെ കൂടെ ക്ലബ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസും സിമ്പിൾ ഇൻട്രസ്റ്റും കാണാം. സോ എനിക്ക് ഒരുമിച്ച് പഠിച്ചു തീർക്കാം. സോ ഇങ്ങനെ ക്ലബ് ചെയ്ത് പഠിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറയാം. പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, LCM HCFും ടൈം ആൻഡ് വർക്കും പൈപ്പ് ആൻഡ് സിസ്റ്റംസ് ഒരുമിച്ച് പഠിച്ചാൽ എന്താ? അത് ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനത്തെ കോമ്പിനേഷൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉപയോഗിക്കാം മാത്സിൽ. അടുത്തതോ ടൈപ്സ് ഐഡന്റിഫൈ ചെയ്യുക. വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈപ്സ് ഐഡന്റിഫൈ ചെയ്യുക. എന്തെല്ലാം ടൈപ്പുകളാണ് മാത്സിലുള്ളത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാത്സിലെ ഫ്രാക്ഷൻ എടുത്തു. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ലാർജസ്റ്റ് ഫ്രാക്ഷൻ, സ്മോളസ്റ്റ് ഫ്രാക്ഷൻ, ഇന്ന ഫ്രാക്ഷന്റെ വാല്യൂ എത്ര, മിക്സഡ് ഫ്രാക്ഷനെ ഈ ഫ്രാക്ഷൻ ആക്കി മാറ്റുക, ഇങ്ങനെ ടൈപ്പ് വയ്ക്കാം. ഓക്കെ, അതല്ല ഇനി നിങ്ങൾ ഇതെടുക്കൂ, ഏത് ടൈം ആൻഡ് വർക്ക് എടുക്കൂ. എയും ബിയും വർക്ക് ചെയ്യുന്നു, പെട്ടെന്ന് ബി ലീവ് ചെയ്യുന്നു, പെട്ടെന്ന് ഒരു സി വരുന്നു, ABC ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള പല ടൈപ്പുകൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ ഈ ടൈപ്പുകളെല്ലാം ഒരു വട്ടം പഠിച്ചിട്ടാണ് പോയിട്ടുള്ളത്. 10 ടൈപ്പോ 12 ടൈപ്പോ ഈ ഒരു വിഷയത്തിൽ 10ഓ 12ഓ ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഒരു വട്ടെങ്കിലും ചെയ്ത് നോക്കിയിട്ടാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പരീക്ഷയിൽ പെട്ടെന്നൊരു ടൈപ്പ് വന്നാൽ ഞാൻ എന്ത് ചെയ്യില്ല? ഞെട്ടില്ല. ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പോയിരുന്നു. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഞെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷൻ ലെവൽ ഡ്രോപ്പ് ആവും, നമ്മുടെ പരീക്ഷയെ അത് ബാധിക്കും. സോ ടൈപ്പിനെ ഐഡന്റിഫൈ ചെയ്ത് ടൈപ്പ് പഠിച്ചിട്ട് പോയാലോ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. എപ്പോഴും നിങ്ങളൊരു ടോപ്പിക് കവർ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുക. ഞാൻ പഠിച്ചതെല്ലാം ഞാൻ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഞാൻ പഠിക്കാത്ത എനിക്ക് പഠിക്കാം, പഠിച്ചതിനെ വ്യക്തമായിട്ട് കവർ ചെയ്യുക. ടൈം ആൻഡ് വർക്ക് പഠിക്കുമ്പോൾ ടൈം വർക്കിന്റെ എല്ലാ ടൈപ്പും പഠിക്കുക. ഓക്കെ, ഫണ്ടമെന്റൽസ് പഠിച്ചിട്ട് മാത്രം ആപ്ലിക്കേഷൻ ലെവൽ പഠിക്കുക. എന്നിട്ട് മാത്രം അഡ്വാൻസ് ലെവലിലുള്ള ടോപ്പിക്സ് പഠിക്കുക. ട്രിഗ്നോമെട്രി, ജിയോമെട്രി, എലമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം പഠിക്കുക. ആ ഏരിയയിൽ ചോദ്യങ്ങളും കുറവാണ്. ഇത് പഠിച്ചാൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. ആ ഒരു ലേണിംഗ് കർവ് എപ്പോഴും മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാത്സിനും റീസണിങ്ങും നിർബന്ധമാണത്. ഇനി എങ്ങനെ മാത്സും റീസണിങ്ങും പഠിക്കാൻ നോക്കൂ. നിങ്ങൾക്കറിയാം ഈ ടൈപ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫ്രാക്ഷൻസ്, ഇതിൽ 6 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ട് 6 ടൈപ്പ് തിരിച്ച് മാഷ് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ക്ലാസ് ഒന്ന് പോയി കാണുക, നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രാക്ഷൻസിൽ എങ്ങനെ പഠിക്കാമെന്ന്. ഓക്കെ, അതുകൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ക്യൂബ്സ് ആൻഡ് ഡൈസ് റീസണിങ്ങിൽ എങ്ങനെ ടൈപ്പ് തിരിച്ചു പിടിക്കാൻ മാഷ് പറയുന്നുണ്ട്. ക്യൂബ്സ് ആൻഡ് ഡൈസിന്റെ ടൈപ്പ് 1ന് 3 കേസുകളുണ്ട്, ടൈപ്പ് 2ന് വീണ്ടും 2 കേസുകളുണ്ട്. ഈ 3 ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ക്യൂബ്സ് ആൻഡ് ഡൈസിന്റെ ഏത് ചോദ്യം ആയിക്കോട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ക്യൂബ്സ് ആൻഡ് ഡൈസിന് ഏത് ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നേരായ പാതയിലാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയുള്ള വീഡിയോ ആണ്. ഇതൊന്ന് കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് ടൈപ്സ് മനസ്സിലാവും. എങ്ങനെ ഞാൻ ഈ പറഞ്ഞ ടൈപ്പുകളെ എങ്ങനെ പഠിക്കാമെന്ന് മനസ്സിലാവും. ഓക്കെ, ഇത് രണ്ടും കഴിഞ്ഞു. ഇത് രണ്ടും കഴിഞ്ഞാലും പിന്നെയുള്ള പ്രശ്നക്കാരനാരാ? മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം ആരാ? പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പഠിച്ച് തകർത്തു ഇതെല്ലാം ചെയ്താലും ഞാൻ ടെസ്റ്റുകളെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക, റിവൈഷൻ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ റിവിഷൻ പക്കയായാൽ മാത്രമേ ഇതെല്ലാം ചെയ്തിട്ട് കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഓർഡർ മനസ്സിലായി, അതുകൊണ്ട് ടെസ്റ്റ് മനസ്സിലായി. നമുക്ക് ഒന്നും കൂടെ അത് പറയാൻ നോക്കാം. നമ്മൾ ക്ലാസ് കാണുന്നു. ആദ്യം ക്ലാസ്സിൽ എന്തെല്ലാം ചെയ്യുന്നു? കോമ്പിനേഷൻ സ്ട്രാറ്റജി നോക്കുന്നു, ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നു. ഞാൻ എഴുതി വെച്ച കാര്യങ്ങളെല്ലാം സോളിഡ് കോപ്പി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പരീക്ഷയ്ക്ക് മുന്നേ എനിക്ക് മറച്ചു വെക്കാനുള്ളത് അവിടെ എവിടെയും എഴുതി വെക്കാതിരിക്കുക. ഒരു സോളിഡ് കോപ്പി കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ എന്റെ ക്ലാസ്സിനെ ഞാൻ പക്കയായിട്ട് ഉപയോഗിച്ചു. അടുത്ത ഞാൻ എന്ത് ചെയ്തു? പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തു. എങ്ങനെ? മാക്സിമം ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്കിൽ നിന്ന് ചെയ്യുക. ടൈപ്പ് വൈസ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കുക. എല്ലാ ടൈപ്പും ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് ടിപ്സും ട്രിക്സും എപ്പോഴും ഞാൻ ഉപയോഗിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ട്. പേഴ്സണലൈസ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തു തരാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. നിങ്ങളൊരു ഗ്രൂപ്പിന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളുടെ കൂടെ ഇരുന്നാ ചെയ്യുന്നത്, നിങ്ങൾ രണ്ടും ഒരേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നോക്കി പഠിക്കാം. സോ അവിടെ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യനിൽ ഒരു പിയർ ഗ്രൂപ്പോ ഒരു മെന്ററോ ഉള്ളത് നല്ലതായിരിക്കും. അങ്ങനത്തെ ക്ലാസ്സുകൾ കിട്ടുന്നത് നല്ലതായിരിക്കും. അടുത്തത് ഫ്രീക്വന്റ് ആയിട്ടുള്ള റിവിഷൻ. എങ്ങനെ? ഡെയിലി, വീക്ക്ലി, ടോപ്പിക് വൈസ്, സബ്ജക്ട് വൈസ് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്ങനെയാണ് റിവിഷനെ ടെസ്റ്റുകളെ വെച്ച് റിവിഷൻ ചെയ്യുന്നത് ഞാൻ വ്യക്തമായിട്ട് അടുത്ത സ്ലൈഡുകളിൽ പറഞ്ഞുതരാം.
ഓക്കെ, തൽക്കാലം എത്ര മനസ്സിലാക്കിയോ? ക്ലാസ്, ക്വസ്റ്റ്യൻസ്, റിവിഷൻ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് മാത്സിൽ ചെയ്യണം. പേന ചലിപ്പിക്കാതെ, പേനയും പേപ്പറും എടുക്കാതെ മാത്സ് പഠിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? വീഡിയോ കണ്ടിട്ട് പോകാന്ന് വിചാരിക്കരുത്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഫണ്ടമെന്റൽസ് കാണുക, ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ പഠിക്കുക, അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങൾ പഠിക്കുക. ഈ ഒരു ലെയറിൽ തന്നെ പഠിക്കുക. ഓക്കെ, എന്തൊക്കെയാണ് ഈ മാത്സിന് സ്പെഷ്യാലിറ്റീസ്? ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്സിനെ പറ്റി പറഞ്ഞത് എന്താ? ഹൈ വെയിറ്റേജ് ആണ് മാത്സിന്. 55% ആണ്. CBT 1 ക്വാളിഫൈ ചെയ്താൽ മാത്രമേ CBT 2ലേക്ക് പോകാൻ പറ്റുള്ളൂ. 55% മാർക്കുള്ള, സിംഹഭാഗം മാർക്കുള്ള ഇവരെ കവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ CBT 1 ക്വാളിഫൈ ആവും? സോ ഹയസ്റ്റ് വെയിറ്റേജ് ആണ്. ഇനി മാത്സിനുള്ള ഒരു ഗുണം എന്താ? ഹൈ പ്രഡിക്റ്റബിലിറ്റി ആണ്. ഞാൻ ഈ പറയുന്ന ടൈപ്പുകളല്ലാതെ പുറത്ത് ചോദിക്കില്ല. ഒരു 20ഓളം സബ്ജക്ട് ടോപ്പിക്സ് ഉണ്ട്. സിംപ്ലിഫിക്കേഷൻ, ആവറേജ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ട്രിഗ്നോമെട്രി, ഇങ്ങനെ ഒരു 20ഓളം ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ആ സമയത്ത് ജനറൽ അവയർനെസ് എടുക്കൂ. എന്തൊക്കെ ചോദിക്കാം? 3 വാർ ഓഫ് പാനിപ്പത്ത് ചോദിക്കാം, ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്ന വർഷം ചോദിക്കാം, മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയിൽ വൈസ്രോയ് ആയിട്ടിരുന്ന കൊല്ലം ചോദിക്കാം, എന്തും ചോദിക്കാം. വാസ്റ്റ് സിലബസ് ആണ്. പക്ഷേ മാത്സ് അങ്ങനെയല്ല. ന്യൂമറിക്കൽസ് മാറും, പ്രോബ്ലംസ് മാറും. പക്ഷെ എന്ത് ചെയ്യുന്നു? ആ ടോപ്പിക്കിൽ നിന്ന് ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈപ്സ് ഉണ്ട്. അതിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. സോ ഹൈലി പ്രഡിക്റ്റബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഏറ്റവും കുറച്ച് പേന ചലിപ്പിക്കുക. 10ഓ 20ഓ സ്റ്റെപ്പിൽ ചെയ്യേണ്ട ചോദ്യങ്ങളെ 3ഓ 4ഓ സ്റ്റെപ്പിൽ ചെയ്യുന്ന രീതിയിലേക്ക് ചുരുക്കാൻ നോക്കുക. എത്ര കുറച്ച് പേന ചലിപ്പിക്കുന്നോ അത്രയും കൂടുതൽ ടൈം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന റീസണിങ്ങിനാണ്. പേന എടുക്കാതെ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം. റീസണിങ്ങിന്റെ ഗുണം എന്താ? വളരെ ജനറൽ ആണ്. റീസണിങ് എന്താണ്? വളരെ ജനറൽ ആണ്. ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചോളം എന്താണ്? റീസണിങ് വളരെ എളുപ്പമാണ്. ഒരു ഡിപ്ലോമക്കാരനെ സംബന്ധിച്ചോളോ, ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചോളോ ഏറ്റവും എളുപ്പമാണ് ഏത് റീസണിങ്. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് മാത്രം റീസണിങ്ങിന് ഒരു മാർക്ക് പോകണമെന്ന് വിചാരിക്കൂ. റീസണിങ്ങിന്റെ മാർക്ക് എല്ലാം ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫിലേക്ക് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവരും ശരിയാക്കും. സോ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. നിങ്ങൾ റീസണിങ് പ്രാക്ടീസ് മാത്രം ചെയ്താൽ മതി. വലിയ കാനുള്ള കൺസെപ്റ്റ്സ് ഒന്നുമില്ല. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു മാർക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് പോകരുത്. നിങ്ങൾ പിന്തള്ളപ്പെടും. സോ റീസണിങ് വളരെ ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ജനറൽ ഇന്റലിജൻസ് ആണ്, ജനറൽ ലോജിക് ആണ്. അത് പഠിച്ചിട്ട് പോവാം. ഓക്കെ അല്ലേ? ഇത്രയും സ്പെഷ്യാലിറ്റീസും ഇത്രയും കാര്യങ്ങളാണ് മാത്സിലും റീസണിങ്ങിലും നോക്കേണ്ടത്. നമുക്ക് പെട്ടെന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത കൊമ്പൻ ആരാന്ന് ഞാൻ പറഞ്ഞത് ജനറൽ സയൻസ് ആണ്. പക്ഷെ അടുത്ത പ്രശ്നക്കാരൻ ആരാ? ജനറൽ അവയർനെസ്. നമുക്ക് ജനറൽ അവയർനെസ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് ജനറൽ സയൻസിലേക്ക് പോവാം. ഓക്കെ, ജനറൽ അവയർനെസ് എന്താണ്? ജനറൽ അവയർനെസ് എക്കണോമി, പൊളിറ്റി, ജോഗ്രഫി, ഹിസ്റ്ററി, ഹിസ്റ്ററിയിൽ തന്നെ ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ, ഇത്രയും കാര്യങ്ങൾ കൂടി വരുന്ന ഒരു ടോപ്പിക്കാണ് ജനറൽ അവയർനെസ്. ഇത്രയും കേട്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. നമുക്ക് ഇതിനെങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്യാം? നമുക്ക് നോക്കാം. അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്താന്ന് നോക്കാം. ഒന്നാമത്തത് കമ്പാരിറ്റീവ് ലെസ് വെയിറ്റേജ് ആണ്. CBT 1 ക്വാളിഫൈ ചെയ്യാൻ 15 മാർക്ക് എവിടുന്ന് മതി? ജനറൽ അവയർനെസ്സിന് മതി. ഒന്നാമത്തെ പോയിന്റ് ഓക്കെയാണ്. അടുത്തത് എക്സാം സ്പെസിഫിക് ആയിട്ടാണ് ജനറൽ അവയർനെസ് ഉണ്ടാവുക. NTPCക്ക് ചോദിക്കുന്ന ജനറൽ അവയർനെസ് അല്ല RRB JEEക്ക് ചോദിക്കുക. ഓക്കെ, സോ എക്സാം സ്പെസിഫിക് ആയിട്ടാണ് ജനറൽ അവയർനെസ് ഉണ്ടാവുക. 15 മാർക്കിന് ജനറൽ അവയർനെസ് നമുക്ക് ചോദിക്കാം എവിടുന്ന്? RRB JEEന്ന്. സോ 50 മാർക്കിന്റെ NTPC പഠിക്കുന്ന പോലെ, 50 മാർക്കിന്റെ CGLും CHSലും പഠിക്കുന്ന പോലെ നമ്മൾ RRB JEEക്ക് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എക്സാം സ്പെസിഫിക് ആയിട്ട് വേണം ജനറൽ അവയർനെസ് പഠിക്കുക. ഈ 15 മാർക്കിന് വേണ്ടി മാത്രമേ പഠിക്കാമുള്ളൂ. ഈ 15 മാർക്കിലും ടെസ്റ്റ് ഉണ്ട്. എന്താണ് ഞാൻ പറയാം. ഒന്നാമത്തെ അടുത്ത കാര്യം, NCERTയിൽ നിന്ന് നേരിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക. RRB JEE നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലായ കാര്യം NCERTയുടെ ഓരോ ലൈനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ എപ്പോഴും നിങ്ങളെ ബേസ് ആയിട്ടിരിക്കുന്നത് NCERT ആയിരിക്കണം. ഓക്കെ, അടുത്തത് ഡീകോഡിങ് NCERT എന്നുള്ള സെഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഇതിഹാസ് മാഷ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് NCERTയുടെ ലൈനിൽ നിന്ന് നേരെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഒരു NCERTയുടെ പേജും ഒരു ക്വസ്റ്റ്യനും വെച്ചിട്ട് മാപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെ ഒരു പാരഗ്രാഫിൽ നിന്ന് ചോദ്യങ്ങൾ അതുപോലെ ചോദിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, സോ അതും കൂടെ നിങ്ങളൊന്ന് കാണുക. അപ്പൊ മനസ്സിലാവും എങ്ങനെ NCERT ബേസ് ചെയ്ത് ജനറൽ അവയർനെസ് പഠിക്കേണ്ടത് എങ്ങനെയാണ്. ഒരു റെഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോനെ വയ്ക്കാം. ഓക്കെ, അതുകൊണ്ടായോ? ഇല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്ത്? സ്പെഷ്യൽ ഫോക്കസ് ഓൺ കറണ്ട് അഫയേഴ്സ് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 15 മാർക്കാണ് ജനറൽ അവയർനെസ്സിനുള്ളത്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ 15 മാർക്കിൽ നിന്ന് 5 മാർക്ക് ചോദിക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ്. എവിടെന്നാ? കറണ്ട് അഫയേഴ്സിൽ നിന്ന് 30 മുതൽ 40% വരെ ഏകദേശം 33% ചോദിക്കുന്നത് കറണ്ട് അഫയറിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹിസ്റ്ററിന്നും പൊളിറ്റിന്നും ജോഗ്രഫിന്നും എക്കണോമിക്സും ചോദിക്കുന്നത് 10 മാർക്ക് മാത്രമാണ്. വീണ്ടും 100ന്റെ 10% മാത്രമായി. ഈ 5% നമുക്ക് എവിടെ നിന്ന് കിട്ടും? കറണ്ട് അഫയേഴ്സ് കിട്ടും. മനസ്സിലാവുണ്ടോ?
ഇതെങ്ങനെ ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയണേ? 2018 പേപ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ജനറൽ അവയർനെസ് ടോപ്പിക്കുകളുടെ ഡിവിഷൻ മനസ്സിലാവും. എങ്ങനെയാണ് ഡിവിഷൻ? 33 മാർക്ക് കറണ്ട് അഫയറിനാണ് വെച്ചിട്ടുള്ളത്. 66% സ്റ്റാറ്റിക് ടോപ്പിക്സിനുള്ളത്. ഈ അനാലിസിസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കറണ്ട് അഫയേഴ്സ് ഏകദേശം 1/3 പാർട്ട് ജനറൽ അവയർസിന്റെ കറണ്ട് അഫയർ ആണ്. ഇനി എങ്ങനെ കറണ്ട് അഫയർ പഠിക്കാം? നമ്മൾ എന്ത് ചെയ്യുക? വീക്ക്ലി മന്ത്ലി കറണ്ട് അഫയർ മാഗസീനുകളും കറണ്ട് അഫയർ ക്ലാസ്സുകളും ഫോളോ ചെയ്യാം. ഇത് വളരെ ജങ്കുള്ള സാധനമാണ് ഈ മന്ത്ലി മാഗസീൻ. 90-100 പേജ് ഉണ്ടാവും മന്ത്ലി മാഗസീൻ. 12 മാസമാകുമ്പോൾ കുട്ടികൾക്ക് ഒരു പരീക്ഷയ്ക്ക് 1 കൊല്ലം മുമ്പുള്ളപ്പോൾ എത്രയിടത്തോളം ഉണ്ടാവും? നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇതെല്ലാം പഠിക്കുക, എന്നിട്ട് എന്റേതായിട്ടുള്ള കറണ്ട് അഫയർ കമ്പൈലേഷൻ ഉണ്ടാക്കുക. സ്പോർട്സിന്റെ ഒരു കമ്പൈലേഷൻ, ഇത്ര പേജുകളുള്ള സ്പോർട്സിന്റെ ഒരു കമ്പൈലേഷൻ ഉണ്ടാക്കി. ഇമ്പോർട്ടന്റ് ഡേയ്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇതെല്ലാം ഞാൻ എന്റെ പേപ്പറുകളായിട്ട് എൻ്റെ കമ്പൈൽ ചെയ്ത് വെച്ചു. ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഇതുപോലെ ഒരു കുറെ ടോപ്പിക്കുകളുടെ കമ്പൈലേഷൻ എന്റെ കയ്യിലുണ്ട്. മെയിൻ ആയിട്ടുള്ളത് എന്തൊക്കെയാ? ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇന്ത്യൻ എക്കണോമിയുടെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ ഇമ്പോർട്ടന്റ് ഡേയ്സിന്റെ കറണ്ട് അഫയേഴ്സ്, ഒബിച്വറിയുടെ കറണ്ട് അഫയേഴ്സ്, ഇന്റർനാഷണൽ അഫയേഴ്സിന്റെ കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെയുള്ള കമ്പൈലേഷൻ എന്റെ കയ്യിൽ ചെറിയ നോട്ടുകളായിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മുന്നേ എനിക്ക് മറിച്ച് നോക്കിയാൽ മതി. കാര്യം എന്താ? 5 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സ്ഥലം. സ്പോർട്സിനെല്ലാം ചോദ്യങ്ങൾ കൂടുതലാണ്. സോ സ്പോർട്സിനെല്ലാം കുറച്ചധികം വെയിറ്റേജും കൊടുക്കണം. സോ ഇങ്ങനെ നമ്മൾ കറണ്ട് അഫയർ കമ്പൈലേഷൻ ഉണ്ടാക്കി വെച്ചു പരീക്ഷയ്ക്ക് മുന്നേ. ഞാൻ നേരത്തെ മാത്സിന് സോളിഡ് കോപ്പികൾ പരീക്ഷയ്ക്ക് മുന്നേ നോക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പോലെ കറണ്ട് അഫയേഴ്സ് കമ്പൈലേഷൻ ഉണ്ടാക്കി വെച്ചാൽ കറണ്ട് അഫയറിന്റെ മാർക്ക് എനിക്ക് 5-ൽ 3 മാർക്കെങ്കിലും ഉറപ്പിക്കാം. എങ്ങനെ? ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് കമ്പൈൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രം. സോ കറണ്ട് അഫയറിന് അങ്ങനെ നേരിടണം. ജനറൽ അവയർസ് നമ്മൾ മാക്സിമം NCERT-ൽ ലിമിറ്റ് ചെയ്യാൻ നോക്കുക. 10 മാർക്കേ ഉള്ളൂ, അതുകൊണ്ട് NCERT-ൽ ലിമിറ്റ് ചെയ്യാൻ നോക്കുക. വാസ്റ്റ് സിലബസ് ആണ്. ഇനി എപ്പോൾ ജനറൽ അവയർസ് പഠിച്ചോളണം? നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ നോക്കാം. ഈ വെയിറ്റേജും ഈ വാസ്റ്റ് സിലബസും വെച്ചിട്ട് നമുക്ക് എപ്പോൾ പഠിച്ചോളണമെന്ന് ടൈം ടേബിൾ ഉണ്ടാക്കാൻ നേരം നോക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. സോ ഇത്രയും കാലം ജനറൽ അവയർസ് നോക്കാനുള്ളത്. ജനറൽ അവയർസ് എങ്ങനെ പഠിക്കുക? ആദ്യം നിങ്ങൾ കൺസെപ്റ്റ് ക്ലാസ്സുകളെ കാണുക. ഓക്കെ, ഒരു കൺസെപ്റ്റ് ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഫുള്ള് സിലബസ് കവർ ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എന്റെ സിലബസിനെ മൊത്തം ഞാൻ കവർ ചെയ്യുന്നത് നോക്കുക. ഇനി സിലബസ് കവർ ചെയ്താൽ മാത്രം മതിയോ? വേണ്ട. ഈ സിലബസ് ഭാഗങ്ങളെ കോഡുകളിട്ട്, ടിപ്പുകളിട്ട്, കോഡുകളിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ജനറൽ അവയർനെസ് ആണ്. ഒരുപാട് മഗ്ഗപ്പ് ചെയ്യാനുണ്ടാവും, ഒരുപാട് ബൈഹാർട്ട് ചെയ്യാനുണ്ടാവും, ഒരുപോലത്തെ കുറെ ടോപ്പിക്കുകൾ ഉണ്ടാവും. അതെല്ലാം കാണാതെ പഠിക്കാനുള്ള എളുപ്പവഴികൾ കണ്ടുപിടിക്കുക. കോഡുകൾ ഇട്ട് പഠിക്കുക. ഓക്കെ, അതല്ലാതെയോ എപ്പോഴും നിങ്ങളുടെ ബേസ് NCERT ആയിരിക്കണം. പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും NCERT-ന്ന് ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കാട് കയറി പോകണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് നിങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ടത് എവിടെന്നാ? നിങ്ങൾ റീചെക്ക് ചെയ്യേണ്ടത് എവിടെന്നാ? NCERT-ൽ എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. NCERT ബേസ് ചെയ്തിട്ട് പഠിക്കുക. ഇത്രയും വലിയ സിലബസ് ആണ്, നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യണ്ടേ? ഒരു ബൗണ്ടറി വെച്ചിട്ട് വേണം നമുക്ക് പഠിക്കാൻ. NCERT ആണ് നമ്മുടെ ബൗണ്ടറി. ജനറൽ അവയർസിന്റെ ബൗണ്ടറി ഏതാണ്? NCERT ആണ്. സോ NCERT ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാം. അതുകൊണ്ട് മാത്രമാണോ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക? ചെറിയ ചെറിയ ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? കറണ്ട് അഫയറിന്റെ കമ്പൈലേഷൻ ഉണ്ട്, നമ്മുടെ കയ്യിൽ സോളിഡ് കോപ്പി ഓഫ് മാത്തമാറ്റിക്സ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിൽ ക്രിസ്പ് ആയിട്ടുള്ള കുറച്ച് ജനറൽ അവയർനെസിന്റെ നോട്ട് കൂടി ഉണ്ടെന്ന് വിചാരിക്കൂ. നിങ്ങൾക്ക് പരീക്ഷയുടെ ലാസ്റ്റ് ആഴ്ചയിൽ മറച്ചു നോക്കാൻ നല്ലതല്ലേ? സോ ക്രിസ്പ് ആയിട്ടുള്ള ഫാക്ട് ടേബിൾസ്, ഹൈ വെയിറ്റേജ് ഏരിയനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ചെറിയ ചെറിയ നോട്ടുകൾ ഉണ്ടാക്കാം. ഇപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. പൊളിറ്റിയിലെ ആർട്ടിക്കിൾസ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഏരിയ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾസ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ജോഗ്രഫിയിൽ മിനറൽസ്, ഓക്കെ, ഏതൊക്കെ മിനറൽ എവിടേക്കാണുള്ളത്, ഓക്കെ, ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ലേക്സ്, ഡാംസ്, ഇന്ത്യയുടെ ടോപ്പിക് ഓഫ് ക്യാൻസറിൽ കൂടെ പോകുന്ന സംസ്ഥാനങ്ങൾ, ഇതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ഏരിയകളാണ്. ഇതിന്റെ എല്ലാം ക്രിസ്പ് നോട്ടുകൾ ഒന്ന് മറച്ചു നോക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇതാണ് ഹൈ വെയിറ്റേജ് ഏരിയകൾ. ഓക്കെ, എങ്ങനെ ഒരു ക്ലാസിന്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റി നമ്മുടെ കയ്യിൽ കൺസോളിഡേറ്റഡ് വേഴ്സസ് കൺസെപ്റ്റ് ക്ലാസ്, ഒരു കൺസെപ്റ്റ് ക്ലാസ്സിനെ എങ്ങനെ കൺസോളിഡേറ്റഡ് ആക്കാമെന്ന് ഇതിഹാസ് മാഷിന്റെ ഒരു ക്ലാസ് ഉണ്ട്. അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസിന്റെ ആഗമനം, അതിന്റെ ഫുൾ ക്രോണോളജി, കോൺസ്റ്റാന്റിനോപ്പിള് വീണത് മുതൽ ഇങ്ങ് താഴെ ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ എല്ലാം പിടിച്ചെടുക്കുന്നവരെ, ഇത്യാദി കാര്യങ്ങളെ കൺസോളിഡേറ്റഡ് ആയിട്ട് ഒരു നോട്ടാക്കി മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഇതൊന്ന് മനസ്സിലാക്കുക. അങ്ങനത്തെ നോട്ടുകൾ നിങ്ങൾ പടുത്തുയർത്തുക. ഇതെല്ലാം ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ബേസ് ആയിട്ട് വയ്ക്കുക. ഈ വീഡിയോ എല്ലാം അങ്ങനത്തെ വീഡിയോ മാത്രമേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ഈ വീഡിയോ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കണ്ടുവയ്ക്കുക. അതുകൊണ്ട് മാത്രം മതിയായോ? ഇല്ല. എല്ലാത്തിന്റെയും കീ, സക്സസിന്റെ ഒരു കീ എന്താണ്? ഫ്രീക്വന്റ് ആയിട്ടുള്ള റിവിഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൺസെപ്റ്റ്, റിവിഷൻ. ഇതിനെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട്സ് കൊണ്ടുവന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്തു? കൺസെപ്റ്റ് പഠിച്ചു, റിവൈസ് ചെയ്തു.
ഓക്കെ, ടെസ്റ്റുകൾ വെച്ച് റിവൈസ് ചെയ്യാനുള്ള കാര്യം ഞാൻ ഇനി വരുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഇവിടെ ഒരാളെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്, ആരെ? കറണ്ട് അഫയേഴ്സിനെ. സോ 10 മാർക്കിന്റെ ഈ കാര്യങ്ങൾ കവർ ചെയ്യുമ്പോൾ കറണ്ട് അഫയേഴ്സിനെ വിട്ടുപോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്ക്ലി ബേസിസിൽ കറണ്ട് അഫയർ കാണുക. നമ്മൾ എന്ത് ചെയ്യുക? കറണ്ട് അഫയറിന്റെ കമ്പൈലേഷനിൽ ആഡപ്പ് ചെയ്ത് പോവുക. പരീക്ഷയ്ക്ക് മുന്നേ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. ഓക്കെ ആണേ? സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായേ? ഇത്രയാണ് ജനറൽ അവയർനെസിന്റെ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ജനറൽ സയൻസ് അടുത്ത കൊമ്പനാണ്. 30 മാർക്ക് ഉണ്ട്. ആരൊക്കെ കൂടുമ്പോൾ ജനറൽ സയൻസ് ആവുക? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇവര് 3 പേരും കൂടുമ്പോഴാണ് ജനറൽ സയൻസ് ആവുക. എന്തൊക്കെയാണ് ജനറൽ സയൻസിന്റെ പ്രത്യേകതകൾ? നോക്കാം. ഒന്നാമത്തെ കാര്യം, ക്വാണ്ടിറ്റേറ്റീവ് പ്രോബ്ലംസും ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും രണ്ടും നമുക്ക് സയൻസിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതായത് ഫിസിക്സ് പോലെയുള്ള ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാം. എങ്ങനെ? ഒപ്റ്റിക്സിൽ നമുക്ക് ഫോക്കൽ ലെങ്ത്തിന് ചോദ്യം പ്രതീക്ഷിക്കാം. യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് നമുക്ക് കൺവേർഷന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഫാക്ച്വൽ ആയിട്ടുള്ള തിയറി ബേസ്ഡ് ആയിട്ട് നമുക്ക് കെമിസ്ട്രിന്നും ഫിസിക്സിന്നും മേജർലി ബയോളജിന്നും നമുക്ക് തിയറി, ഫാക്ച്വൽ തിയറി ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ മാത്സിൽ നമ്മൾ കണ്ടു പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ജനറൽ അവയർനെസ് നമ്മൾ കണ്ടു ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. സയൻസിൽ നമ്മൾ കാണുന്നത് എന്ത്? രണ്ടും ഉണ്ട്. സോ സയൻസിന് സമയവും കൊടുക്കണം, സയൻസിന് വെയിറ്റേജും ഉണ്ട്, സയൻസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളും ചോദിക്കും. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചോദ്യങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം എന്താ? NCERT ആണ് സയൻസിന്റെ റെഫറൻസ് ബുക്ക് സിലബസിൽ എഴുതി വെച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് വരെയുള്ള NCERT നിന്നാണ് സയൻസിൽ നിന്ന് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, 3 നിന്നുള്ള ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരിക? 10ാം ക്ലാസ് എന്നുള്ള NCERT നിന്നാണ് വരിക. ഫിസിക്സിന്റെ ലെവൽ കുറച്ച് മോളിൽ പോകും. എന്താ കാര്യം ഫിസിക്സ് ലെവൽ മോളിൽ പോകാൻ? ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയിൽ ഫിസിക്സിന്റെ ലെവൽ കുറച്ച് മോളിൽ പോകുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. കാര്യം എന്താ? ആ ലെവലിലുള്ള പിള്ളേരാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. സോ ഫിസിക്സിന് കുറച്ച് ടെക്നിക്കൽ ആയിട്ട് സൗണ്ട് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? കെമിസ്ട്രിക്ക് കുറച്ച് റിയാക്ഷൻസ് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കണം എന്ന് പറയുന്നത്. സോ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് ഒരു സമ്മറി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഇനി ഹൈ വെയിറ്റേജ് ഏരിയയും മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? ബയോളജിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ ഏതാ? ഒന്നാമത്തെ ഏരിയ സെൽസ്. കോശങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്തത് കെമിസ്ട്രിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്ഥലം എവിടെ? അറ്റോമിക് സ്ട്രക്ചറിൽ നിന്ന് ചോദിക്കാം. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയ അതാണ്. അങ്ങനെ ഏരിയകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ബയോളജി എന്ന് പറഞ്ഞു നമ്മള്, കെമിസ്ട്രി എന്ന് പറഞ്ഞു നമ്മള്, ഫിസിക്സിന്നോ ലൈറ്റ് ആൻഡ് ഓപ്റ്റിക്സിന് ചോദ്യങ്ങൾ കൂടുതലാണ്. യൂണിറ്റ് ആൻഡ് മെഷർമെന്റിന് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നല്ലൊരു ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇൻസൈറ്റ്സ് എല്ലാം ആ പറയുന്ന ടീച്ചറോ ആ പറയുന്ന മാഷോ പറഞ്ഞു തരുന്നുണ്ട്. കാര്യം ഇവരിതെല്ലാം അനലൈസ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഫുൾ സിലബസ് കവർ ചെയ്യുക. ഒന്നാമത്തെ കാര്യം. NCERT-നെ ബേസ് ആക്കി വെക്കുക. രണ്ടാമത്തെ കാര്യം, ഹൈ വെയിറ്റേജ് ഏരിയ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ എപ്പോഴും മാപ്പ് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കുക. അതിന് ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സ് കയ്യിൽ കരുതുക എപ്പോഴും ക്ലാസ്സുകൾ കണ്ടിട്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സയൻസ് കവേർഡ് ആണ്. ഇനി CBT 2-ലേക്ക് എത്തുമ്പോൾ ഒരാളില്ല, ബയോളജി. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബയോളജി തിയററ്റിക്കൽ ആണെന്ന്. CBT 2-ൽ ഇല്ല താനും. അപ്പൊ CBT 1-ല് മാത്രം നമ്മൾ ബയോളജി പഠിച്ചാൽ മതി. ഇനി എഞ്ചിനീയർമാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് ബയോളജി. സോ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ബയോളജിനെ എവിടെ പ്ലേസ് ചെയ്യും? നമുക്ക് നോക്കാം ബയോളജിനെ എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന്. അടുത്തത്, ഇനി അടുത്ത ഒരാള് CBT 1-ൽ ഇല്ലാത്ത CBT 2-ൽ മാത്രമുള്ള ഒരാളാണ് എന്ത്? എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. ഓക്കെ, നിങ്ങൾക്കറിയാം റെയിൽവേയുടെ പരീക്ഷയാണ്. റെയിൽവേക്ക് ഒരുപാട് എൻവയോൺമെന്റൽ കൺസേൺസ് ഉണ്ട്. CBT 2 ടെക്നിക്കൽ സിലബസിന്റെ കൂടെ അവർ എൻവയോൺമെന്റും കൂടെ ഇട്ട് തന്നു. ഇത് എവിടെയുള്ളത്? നമ്മളെല്ലാവരും പഠിച്ച എഞ്ചിനീയറിംഗിലും ഡിപ്ലോമയുടെ സിലബസിൽ ഈ സെയിം മൊഡ്യൂളുള്ള നിങ്ങൾക്ക് മിക്കവാർക്കും എല്ലാവർക്കും അറിയാം. എഞ്ചിനീയറിംഗിലാണെങ്കിൽ 5th സെമ്മിലോ 6th സെമ്മിലോ ഈ സെയിം ടോപ്പിക് ഉണ്ട്. എന്തൊക്കെയാണ് ഈ ടോപ്പിക്കിൽ വരിക? എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ്, ന്യൂക്ലിയർ വേസ്റ്റ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇതെല്ലാം റെയിൽവേയുടെ കൺസേൺസ് ആണ്. നമ്മൾ ഈ യന്ത്രങ്ങളെല്ലാം പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെ തരങ്ങളുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്? അതിനെ ഓസോണിനെ ബാധിക്കുന്നുണ്ടോ? എന്താണ് ഓസോൺ ഡിപ്ലീഷൻ? എന്താണ് ആസിഡ് റെയിൻ? ഇതെല്ലാം നമ്മൾ പഠിക്കുക. ഈ ഡെഫിനറ്റ് ആയിട്ടുള്ള ഈ സിലബസ് ബൗണ്ടറി എന്നാണ് ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത്. അതുകൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് തിയറി സബ്ജക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. NCERT-ൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക. CBT 2-ൽ 10 മാർക്കിന് മാത്രമേ ഉള്ളൂ. സോ തിയറി ബേസ്ഡ് ആണ്. CBT 2 തുടങ്ങിയിട്ട് പഠിച്ചാലും മതി. കാര്യം എന്താ? 10 മാർക്കേ ഉള്ളൂ. CBT 1-ൽ ഇല്ലേ ഇല്ല. 10 മാർക്കിന് ഈ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഈ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചുകൊണ്ട കാര്യമുണ്ടോ? ഇല്ല, മറന്നും കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. തിയറിയാണ്. സോ നിങ്ങൾ കുറച്ചും കൂടെ വൈകി പഠിച്ചു തുടങ്ങിയാൽ മതി. നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ അവിടെ പ്ലേസ് ചെയ്യുന്ന നോക്കാം. അടുത്തത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ.
സെയിം കാര്യമാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷനിൽ വരുന്നത്. എന്താ, CBT 2 മാത്രമേ ഉള്ളൂ 10 മാർക്കിനാണ്. പിന്നെ NCERT-യിൽ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എവിടേക്കാ കൊടുത്തിട്ടുള്ളത് എങ്ങനെ അറിയാം? നമ്മൾ ഈ ക്ലാസ് ഒന്ന് കാണുക. RRB ഗ്രേഡ് 1-നെയും RRB JEE സിലബസിനെയും മാപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണിത്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് NCERT-യിലെ ഏത് ചാപ്റ്ററിലാണ് ഈ പറയുന്ന സിലബസ്. ഫോർ എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് വിൻഡോസ്, ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ, ഇത് NCERT-യുടെ ഏത് ചാപ്റ്ററിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് മാഷ് ടേബിൾ വരച്ച് നിങ്ങൾക്ക് മാപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഈ വീഡിയോ ഒന്ന് കാണുക. ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ടാവും. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെ NCERT-നെ ഉപയോഗിക്കണം, ഏതൊക്കെ ചാപ്റ്ററുകൾ ഞാൻ പഠിക്കണം. ഓക്കെ, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്താ, ഒരു തിയറി സബ്ജക്റ്റ് ആണ്. ഈ ഒരു ഡെഫിനിറ്റ് ഏരിയയിൽ നിന്ന് അത് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ, 10 മാർക്കുള്ളൂ. അപ്പൊ ഞാനത് ആദ്യം മുതലേ പഠിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. CBT 1 കഴിഞ്ഞിട്ട് പഠിച്ചാലും മതി. 10 മാർക്കല്ലേ ഉള്ളൂ, ഈ ഏരിയയിലെ പഠിക്കാനുള്ളൂ. ഇന്നത്തെ യുഗത്തില്, ഇത്രയും ഇന്റർനെറ്റ് പോപ്പുലർ യുഗത്തില്, ഇത്രയും വെബ് ബ്രൗസേഴ്സ് ഉള്ള യുഗത്തില് എല്ലാവർക്കും ഇതിന്റെ ബേസിക്സ് ഏറെക്കുറെ അറിയാം. നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കണം. 10 മാർക്കിന്റെ NCERT നോക്കി ഒന്ന് പൊടി തട്ടിയെടുക്കണം. ക്വസ്റ്റ്യൻസ് മിസ്സാവാതെ നോക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതിനുള്ള സമയം നമുക്ക് CBT 1 കഴിഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് ടൈം ടേബിൾ എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും നോക്കാം. അടുത്തത്, ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ എല്ലാ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞു. നമ്മൾ ആദ്യം ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു, പിന്നെ സബ്ജക്ട് സ്പെസിഫിക് സ്റ്റഡി പ്ലാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. നമ്മൾ കൺസെപ്റ്റിനെ ബിൽഡ് ചെയ്യാനുള്ള വകുപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി എന്തെല്ലാം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന് ഉപയോഗിക്കാം, എന്തെല്ലാം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, എപ്പോഴും നിങ്ങളുടെ മൈൻഡിനെ ക്രാക്ക് ചെയ്ത് വെക്കുക. എങ്ങനെ? ഞാൻ ഒരു കാര്യം പഠിച്ചാൽ എൻ്റെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്കായിരിക്കും ആ കാര്യം കയറുക, അല്ലേ? എനിക്കതിൻ്റെ ലോങ് ടൈം മെമ്മറിയിലേക്ക് പോകണം. ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്കത് ഓർമ്മ വരണം. ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ചോദ്യത്തിന് ഉത്തരം ഓർമ്മ വരണം. ഈ ചോദ്യത്തിന്റെ കണ്ടന്റ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് ഓർമ്മ വന്നാൽ പോരാ, അതിന്റെ ഉത്തരം എനിക്ക് ഓർമ്മ വരണം. എന്നാലേ എനിക്ക് ഉപകാരപ്പെടുള്ളൂ. എല്ലാവർക്കും പറ്റുന്നൊരു കുഴപ്പമാണ് എന്ത്, ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മ നമുക്ക് വരും. ഓക്കെ, അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എവിടെ നമുക്ക് ലാക്ക് ചെയ്തേ, എവിടെ ഞാൻ മിസ്റ്റേക്ക് കാണിച്ചേ? ഞാൻ റിവിഷൻ കറക്റ്റായിട്ട് ചെയ്തില്ല. ഞാൻ പഠിച്ചു, ഞാൻ കറക്റ്റ് റിവിഷൻ ചെയ്തില്ല. സോ ഡെയിലി ബേസിൽ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ, ഡെയിലി ബേസിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ കയറുകയും വീക്ക്ലി ബേസിസിലും മന്ത്ലി ബേസിസിലും സബ്ജക്ട് തീരുന്നതനുസരിച്ച് ഞാൻ വീണ്ടും ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എൻ്റെ മെമ്മറിയിലേക്ക് കൂടുതൽ ഫീഡ് ആവുകയും എൻ്റെ ലോങ് ടൈം മെമ്മറിയിലേക്ക് കയറിയിരിക്കുകയും ചെയ്യും. സോ ദ കീ ഈസ് റിവിഷൻ. റിവിഷൻ ആണ് ഇവിടുത്തെ കീ. നമ്മൾ എന്ത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 8 മന്തിന്റെ ജേർണിയിൽ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ എന്താണ് ഇവിടുത്തെ കീ? റിവിഷൻ ആണ് കീ. എത്ര ഫ്രീക്വൻസിയിൽ നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാം നമുക്ക് നോക്കാം. ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, സബ്ജക്ട് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യാം. അന്നന്ന് പഠിച്ച കാര്യങ്ങൾ അന്നന്ന് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, വീക്ക്ലി ബേസിസിൽ വീക്ക്ലി റൗണ്ട് അപ്പ് ടെസ്റ്റ് ചെയ്യുക. ആ ആഴ്ചയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളുടെ റൗണ്ട് അപ്പ് വെച്ച് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി സബ്ജക്ട് ടെസ്റ്റുകൾ. ഞാനൊരു സബ്ജക്റ്റിന്റെ ഒരു പാർട്ട് പഠിച്ചു തീർത്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജോഗ്രഫിയിൽ ഞാൻ ക്ലൈമറ്റോളജി വരെ പഠിച്ചു തീർത്തു, ഒരു ടെസ്റ്റ് ചെയ്യാം. ക്ലൈമറ്റോളജി കഴിഞ്ഞിട്ട് ഞാൻ മിനറൽസ് വരെ പഠിച്ചു തീർത്തു, ഒരു ടെസ്റ്റ് കൂടെ ചെയ്യാം. ഏൻഷ്യന്റ് ഇന്ത്യ ഞാൻ പഠിച്ചു തീർത്തു, ഒരു ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, മീഡിയവിൽ പഠിച്ചെടുത്ത് ടെസ്റ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ ഓവറോൾ ഹിസ്റ്ററിയിലോ ടെസ്റ്റ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഓർക്കണം. എന്ത്? ഞാൻ എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോയിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ മറന്നു പോയതാണെങ്കിൽ അതെൻ്റെ വീക്ക് ഏരിയ ആണെന്ന് എനിക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ വീക്ക് ഏരിയ ഐഡന്റിഫൈ ചെയ്യാം. ഞാൻ പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർമ്മ വരണമെങ്കിൽ എൻ്റെ സ്ട്രോങ് ഏരിയ ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ വീക്ക് ഏരിയ, ഞാൻ പഠിച്ച കാര്യം മറന്നുപോയതാണ് എൻ്റെ വീക്ക് ഏരിയ ആണ്. ഞാൻ പഠിക്കാത്ത പുതിയൊരു കാര്യമാണെങ്കിൽ എൻ്റെ കണ്ടന്റിൽ പോയി എൻട്രി ചെയ്യുക. എൻ്റെ വീക്ക് ഏരിയനെ ഞാൻ കണ്ടന്റിൽ പ്രത്യേകം പോയി നോട്ട് ചെയ്യുക. സോ എൻ്റെ വീക്ക് ഏരിയ ഞാൻ ഉപയോഗപ്പെടുത്തും. ഞാൻ ടെസ്റ്റ് വഴി എൻ്റെ വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കും. എന്നിട്ട് ഞാനത് എൻ്റെ കണ്ടന്റിൽ നോട്ട് ചെയ്ത് വെക്കും. ഇത് ഞാൻ മറന്നു പോകുന്നൊരു ഏരിയ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ഇന്ത്യയിലെ ഏറ്റവും സ്റ്റാറ്റിക് GK പറയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു ഏരിയ മൗസിൻ ഡ്രാമാണ്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു സ്ഥലം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഞാൻ മറന്നുപോവാണ്, ആ സ്ഥലങ്ങളുടെ പേര് ഞാൻ മറന്നുപോവാണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ആർട്ടിക്കിള് നമുക്ക് എല്ലാവർക്കും അറിയാം. ആർട്ടിക്കിൾ 21 എന്താ? ലൈഫ് ആൻഡ് ലിബർട്ടി ആണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ആർട്ടിക്കിളുടെ പേര് വെച്ച് മറന്നു പോകുന്നു. ഓക്കെ അല്ലേ? സോ ഈ ആർട്ടിക്കിളുടെ പേര് വെച്ച് മറന്നു പോകുമ്പോൾ ആർട്ടിക്കൽ എനിക്ക് കാണാപ്പാടം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സോ എൻ്റെ വീക്ക് ഏരിയ ആയിട്ട് നോട്ട് ചെയ്യുന്നു. ഞാൻ അതിനെ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്ന പോലെയല്ല, ഇത് പ്രത്യേകം ഞാനൊരു ശ്രദ്ധ ചെലുത്തുന്നു ഇവിടെ മാത്രം എൻ്റെ വീക്ക് ഏരിയയിൽ. സോ ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് വെച്ച് വീക്ക് ഏരിയ ഐഡന്റിഫൈ ചെയ്യാം. സോ ഞാൻ ഡെയിലി വീക്ക്ലി സബ്ജക്ട് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ അത് റിവിഷൻ ടെസ്റ്റ് ആയിട്ട് മാറ്റി വെക്കുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ വൺസ് ഞാൻ എൻ്റെ പാഠഭാഗങ്ങൾ തീർത്തു കഴിഞ്ഞു, ഇനി ഞാൻ പരീക്ഷയുടെ ഫീലുള്ള എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം.
ഓക്കെ, പരീക്ഷയുടെ ഫീൽ എത്ര മോക്ക് ടെസ്റ്റ് ചെയ്താലും RRB ലെവലിലേക്ക് നമ്മൾ എത്തൂല എന്നൊരു ഫീൽ നമുക്ക് വരും. പരീക്ഷയിലുള്ള പോലെ ജനറൽ അവയർനെസ് എത്ര മാർക്ക്, സയൻസിന് ഇത്ര മാർക്ക്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിനും ഇതിനും കൂടെ 55 മാർക്ക്, ഇതെല്ലാം ഉൾപ്പെടുത്തുന്ന മോക്ക് ടെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് മതിയായോ? പോരാ. നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഷിഫ്റ്റുകൾ ഉണ്ട്. പ്രീവിയസ് ഇയറിന്റെ ALPയുടെ RRB JEയുടെ 2018 30ഓളം ഷിഫ്റ്റുകളുണ്ട്. അതിൽ നിന്ന് ഓരോന്ന് ചെയ്ത് നോക്കുക. ഞാൻ എവിടം വരെ എത്തി, ഞാൻ ലാക്ക് ചെയ്യുന്നുണ്ടോ, കഴിഞ്ഞ വട്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ഞാൻ ജയിക്കുമായിരുന്നോ, കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് ഞാൻ കടക്കുമായിരുന്നോ, ഇങ്ങനെയാണ് അനാലിസിസ് ചെയ്യുക. ഇങ്ങനെ വ്യക്തമായിട്ടുള്ള അനാലിസിസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു വിശ്വാസം വരുള്ളൂ, ഞാൻ പഠിക്കുന്ന ട്രാക്ക് ശരിയാണ്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്ത് ഞാൻ എന്നെ തന്നെ റീചെക്ക് ചെയ്യുന്നു, എന്റെ വഴി റെഡിയാണോ എന്ന്. സോ ഏത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി എന്താ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കൂടെ ഉള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എക്സ്പ്ലനേഷൻ ഒരുപാട് തപ്പിപ്പോണ്ട അവസ്ഥ വരരുത്. ഓക്കെ, ഇനി ഞാൻ ഇതെല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് ടെസ്റ്റുകൾ ഏതാ ചെയ്യേണ്ടത് മനസ്സിലായി. എങ്ങനെ ഒരു ടെസ്റ്റിനെ സമീപിക്കാം, അത് ഏറ്റവും വലിയ ചോദ്യമാണ്. എല്ലാവരും പറയും ടെസ്റ്റുകൾ ചെയ്യണം മക്കളെ, ടെസ്റ്റുകൾ ചെയ്യണം മക്കളെ എന്ന്. എങ്ങനെ ഒരു ടെസ്റ്റിന് ചെയ്യാമെന്ന് പറഞ്ഞു തരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഒരു ടെസ്റ്റ് നമുക്ക് കാണാമെന്ന് പറഞ്ഞുതരാം. ഹൗ ടു ടേക്ക് ടെസ്റ്റ്, എങ്ങനെ പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു പരീക്ഷ ചെയ്യുന്ന പോലെ ഒരു എക്സാമിന് ഇരിക്കുന്ന മാനറിൽ ഞാനൊരു ടെസ്റ്റ് എടുക്കുക. 10 മാർക്കിന്റെ ഒരു ടെസ്റ്റിന് 8 മിനിറ്റ് വെച്ച് ഞാൻ പഠിക്കാൻ ഇരിക്കുകയാണ്. സോ ഞാൻ എന്ത് ചെയ്തു, എക്സാമിന്റെ മാനറിൽ ടൈം ട്യൂട്ടറിന് സെറ്റ് ആക്കിയിട്ട് ഞാൻ എന്താണ് ഒരു പരീക്ഷ എഴുതാൻ എന്റെ ഫോണെല്ലാം മാറ്റി വെച്ചിട്ട് ഏകാഗ്രമായിട്ട് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പഠിക്കാൻ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. ഇനി അതുകൊണ്ട് ശരിയായോ? ഞാൻ എന്റെ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്റെ ബുക്ക് മടക്കി വെച്ചിട്ട് പോകാൻ പാടുണ്ടോ? വേണ്ട. അനലൈസ് ചെയ്യണം. ഒരു 10 മാർക്കിന്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു 8 മിനിറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു 20 മിനിറ്റ് അനാലിസിസ് മാറ്റി വെക്കുക. ഒരു അരമണിക്കൂർ എടുത്തിട്ടേ ചെയ്യാമുള്ളൂ. ആ 20 മിനിറ്റിൽ എന്താ നോക്കണം, എന്റെ എറർ എവിടെയാന്ന് നോക്കണം, എന്റെ തെറ്റിപ്പോയ ക്വസ്റ്റ്യനുകൾ എവിടെ തെറ്റിപ്പോയി നോക്കണം, എന്റെ ശരിയായ ക്വസ്റ്റ്യനുകൾ കുറച്ചും കൂടെ എങ്ങനെ മെച്ചപ്പെടുത്താം, ആ ഏരിയ ഒന്നുകൂടെ പോയി നോക്കുക, ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ മാത്സിന്റെ ഒരു ടെസ്റ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കൂ. ഞാൻ ചെയ്ത് ഇതിൽ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു വഴിയുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഇത്ര ടൈം എടുത്തു? അപ്പൊ ആ ടൈം ചുരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, എന്റെ ശരിയായ ക്വസ്റ്റ്യനെ എനിക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ശരിയാക്കാം. തെറ്റിപ്പോയനെ എന്തിന് തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കാം. എനിക്ക് അറിഞ്ഞിട്ടും തെറ്റിപ്പോയതാണെങ്കിൽ അതിന്റെ വീക്ക് ഏരിയ ആണ്. എനിക്ക് അറിയാതെ തെറ്റിപ്പോയതാണെങ്കിൽ, എനിക്ക് അറിയില്ലാത്തൊരു ടോപ്പിക്കാന്ന് വിചാരിക്കും, എന്റെ കണ്ടന്റിൽ പോയി എൻട്രി ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, കണ്ടന്റ് റിവൈസ് ചെയ്തു, എന്റെ കണ്ടന്റ് എൻറിച്ച് ചെയ്തു, എന്റെ വീക്ക് ഏരിയ കണ്ടുപിടിച്ചിട്ട് അവിടെ എക്സ്ട്രാ റിവിഷൻ ചെയ്തു. എന്നിട്ട് അതിനകത്ത് നല്ല ടിപ്സും ട്രിക്സും പുതിയ മെത്തേഡ്സും കിട്ടിയാൽ അതെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഇങ്ങനെ തന്നെ വേണം ഒരു ടെസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ തന്നെ വേണം ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ടെസ്റ്റ് ചെയ്തു, നമ്മൾ ടെസ്റ്റിന്റെ ഐഡിയ മനസ്സിലാക്കി, ടെസ്റ്റ് നമ്മൾ ചെയ്തു. ഇനി എന്താ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ട് റിവിഷൻ ഉപയോഗിക്കുക, എങ്ങനെയാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉപയോഗിക്കുക. റിവൈസ്, ഒരു ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ കണ്ടന്റിനെ പോയി റിവൈസ് ചെയ്യുക. അടുത്തതോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ കൂടെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു IVC ക്വസ്റ്റ്യൻ ചോദ്യം കൂടുതലാണ്. എനിക്ക് എങ്ങനെ മനസ്സിലായേ? ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയപ്പോൾ ഹൈ വെയിറ്റേജ് ഏരിയ മനസ്സിലായി. ഓക്കെ, ഹൈ വെയിറ്റേജ് ഏരിയ മനസ്സിലാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക, കണ്ടന്റ് എൻറിച്ച് ചെയ്യുക. ഒരേ കാര്യങ്ങളാണ്. ഇങ്ങനെ തന്നെ വേണം ടെസ്റ്റിനെ നിങ്ങൾ ഏറ്റവും എഫിഷ്യന്റ്ലി ഉപയോഗിക്കാൻ. അപ്പൊ നമ്മള് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു, എങ്ങനെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ ക്ലിയർ ആണേ. നമുക്കിനി നോക്കാം ഇതെല്ലാം വെച്ചിട്ട് ഒരു ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. സോ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാനിരിക്കുന്നതിന് മുന്നേ ഞാൻ പഠിച്ചെല്ലാം റെഡിയാക്കി, ഞാൻ ഇതെല്ലാം റെഡിയാക്കണ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ഇതിനെല്ലാം മുന്നേ ഞാൻ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ആക്കണ്ടേ? അതിന് ഞാൻ ഇത്ര നേരം പറഞ്ഞതിന്റെ സമ്മറി ഞാൻ പറയാം. എന്താ, കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിക്കണോ? CBT 1 CBT 2 പഠിക്കണോ? നമ്മൾ പറഞ്ഞു പഠിക്കണം. പാരലൽ പ്രിപ്പറേഷൻ വേണമെന്ന് പറഞ്ഞോ? വേണമെന്ന് പറഞ്ഞു. വെയിറ്റേജ് നമ്മൾ മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. ഒരു സബ്ജക്ട് പ്രോബ്ലം ആണോ തിയറി ആണോ എന്ന് മനസ്സിലാക്കിയോ? മനസ്സിലാക്കി. നമുക്ക് നോക്കാം. മാത്സ് ആൻഡ് റീസണിങ് പ്രോബ്ലംസ് ആണ് കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യാൻ വേണം. അതിന്റെ കൂടെ തന്നെ ഹൈ വെയിറ്റേജും ആണ്. സോ പ്രാക്ടീസ് ചെയ്യാൻ സമയം വേണം, വെയിറ്റേജും കൂടുതലാണ്, കൂടുതൽ ടൈം കൊടുക്കണം. ഇനി ജനറൽ സയൻസോ, ഫാക്ച്വൽ തിയറിയും ഉണ്ട്, പ്രോബ്ലംസും ഉണ്ട്, ഹൈ വെയിറ്റേജും ഉണ്ട്, സിലബസും കൂടുതലാണ്. സമയം കൂടുതൽ കൊടുക്കണ്ടേ? 55 മാർക്ക് 30 മാർക്ക്. ജനറൽ അവയർനെസ് വരുമ്പോഴോ ഫാക്ച്വൽ ആണ്, സിലബസ് കൂടുതലാണ്, വെയിറ്റേജ് കുറവാണ്. വെയിറ്റേജ് കുറവാകുമ്പോൾ എന്ത് പറ്റും? ഞാൻ ഒരുപാട് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആരുടെ സമയം റിസ്ക് ചെയ്യുന്നത്? ഹൈ വെയിറ്റേജ് ഉള്ള 2 പേരെ സമയം റിസ്ക് ചെയ്തിട്ട് വേണം ഞാൻ ജനറൽ അവയർനെസ് സമയം കൊടുക്കാൻ. എന്നാൽ ജനറൽ അവയർനെസ് ആദ്യം ആകെ ചോദിക്കുന്നത് 15 മാർക്കും. 55 30 മാർക്കും ആകുമ്പോൾ എത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ ഞാൻ കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ജനറൽ അവയർനെസ് പഠിക്കാൻ പോകുന്നു. ഞാൻ കാണിക്കുന്നത് മണ്ടത്തരാവില്ലേ? സോ ഈ വെയിറ്റേജ് വെച്ചിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ.
ഇനി ഇതെല്ലാം കഴിഞ്ഞു. ഇനി ആരുള്ള എൻവയോൺമെന്റും പൊല്യൂഷൻ കൺട്രോളും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും. ഫാക്ച്വൽ ആണ്, കമ്പാരിറ്റീവ്ലി ചെറിയ സിലബസ് ആണ്, ലോ വെയിറ്റേജ് ആണ്. അവസാനം പഠിച്ചു തുടങ്ങിയാലും മതിയാവും. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, ടൈം ടേബിൾ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. CBT 1 കഴിഞ്ഞ് CBT 2 തുറക്കുന്ന സമയമാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് മാത്സും റീസണിങ്ങും പഠിച്ചു തുടങ്ങാം. കാര്യം എന്താ? സിലബസ് വലുതാണ്, ഹൈ പ്രാക്ടീസ് വേണം. ഡേ 1 മുതൽ CBTയിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സബ്ജക്ട്. അതുകൊണ്ട് CBTയുടെ എക്സാം ഡേയുടെ അന്ന് വരെ നമ്മൾ മാത്സും റീസണിങ്ങും പഠിച്ചു. കറക്റ്റ് ആണ്. അടുത്തത് അതിന്റെ കൂടെ തന്നെ പാരലലി ടെക്നിക്കൽ എബിലിറ്റി കൂടെ തുടങ്ങണം. ടെക്നിക്കലിന്റെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് നിങ്ങളോട് ഇതിന് അനാലിസിസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡേ 1 മുതൽ CBT 2 തീരുന്ന അന്ന് വരെ നിങ്ങൾ ടെക്നിക്കൽ പഠിച്ചാൽ മാത്രമേ ടെക്നിക്കൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും വലിയ സിലബസ് ആണ്, അത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് റിവൈസ് ചെയ്യാനും സമയം വേണം, ടെസ്റ്റ് ചെയ്യാനും സമയം വേണം. ഓക്കെ, സോ അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ 55 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ളതിനെ ആദ്യം മുതലേ പഠിച്ചു. അതിന് പ്രാക്ടീസ് ചെയ്യാൻ സമയം വേണം, അതും നോക്കി. അടുത്ത കൊമ്പനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ജനറൽ സയൻസ് ആണ്. പക്ഷെ മാത്സിന്റെ കൂടെ പഠിച്ചു തുടങ്ങണോ? വേണ്ട. മാത്സ് ഒരു 30-35% ആകുമ്പോഴത്തേക്കും നമുക്ക് ആരെ തുടങ്ങാം? സയൻസിന് തുടങ്ങാം. ഓക്കെ, മാത്സ് ഒരു 30% ആകുമ്പോൾ സയൻസിന് തുടങ്ങി. സയൻസിൽ ഒരു കുഴപ്പമുണ്ട്. എന്താ? ഫിസിക്സും കെമിസ്ട്രിയും ആദ്യം പഠിച്ചു തുടങ്ങാം. കാര്യം പ്രോബ്ലംസ് ഉണ്ട്, കുറെ സമയം വേണം, പ്രോബ്ലംസ് റിവൈസ് ചെയ്ത് വരാൻ വേണ്ടി ടൈം വേണം. ബയോളജി അവസാനം പഠിക്കുക, തിയറിയാണ്, മറന്നു പോകാൻ സാധ്യതയുണ്ട്. പരീക്ഷയ്ക്ക് 1.5 മാസം 2 മാസം മുന്നേ ബയോളജി പഠിച്ചു തുടങ്ങുക. തിയറിയാണ്, CBT 1 മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് ബയോളജി പഠിക്കുക, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. തിയറിയാണ്, കാണാതെ പഠിക്കാൻ, മഗ്ഗപ്പ് ചെയ്യാൻ അവസാന സമയങ്ങളിലാണ് ഓർത്തിരിക്കാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കുക. ഇനി ഈ സാധനങ്ങളോട് പഠിക്കുമ്പോഴും ഈ സെയിം സാധനം എവിടെയുണ്ട്? CBT 2 ഉണ്ട്. നമ്മൾ അത് മറക്കാൻ പാടുണ്ടോ? വേണ്ട. ഈ സാധനങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ റിവൈസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചു, നമുക്ക് ഇവിടെ റിവൈസ് ചെയ്യാം. സെയിം അടുത്ത ആളാരാ വരുന്നത്? ഒരു 50% CBT 1 സമയം കഴിയുമ്പോൾ, 6 മാസം ആണെങ്കിൽ 3 മാസം കഴിയുമ്പോൾ മാത്രമേ ജനറൽ അവയർനെസ് പഠിച്ചു തുടങ്ങാൻ പോളൂ. കാര്യം എന്താ? മാർക്ക് വളരെ കുറവാണ് അല്ലെ? ആകെ 15 മാർക്കേ ഉള്ളൂ, 15% മാർക്കേ ഉള്ളൂ. സോ ആദ്യമേ പഠിച്ച് ബാക്കിയുള്ളവർ സമയം കളയാതെ ജനറൽ അവയർനെസിനെ കുറച്ച് പുറകോട്ട് വയ്ക്കുക. ഓക്കെ, ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഈ CBT 1 കഴിഞ്ഞതിന് ശേഷം റിവൈസ് ചെയ്യാൻ വേണ്ടി ജനറൽ അവയർനെസിനെ ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. വീണ്ടും 15 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ടോ? എന്തുകൊണ്ടാണ് ജനറൽ അവയർനെസ് വൈകി തുടങ്ങുന്നത്? ഒന്നാമത്തെ കാര്യം ഫാക്ച്വൽ ആണ്, മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ? വെയിറ്റേജും കുറവാ. ഈ 3 കാര്യങ്ങൾ നോക്കുമ്പോൾ ആദ്യം മുതലേ പഠിച്ചോണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു 50% ആകുമ്പോൾ ഇത് പഠിച്ചു തുടങ്ങാം. ഓക്കെ അല്ലേ? ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോഴും 2 പേരെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. 2 തിയറി സബ്ജക്ട്സ്. ആരൊക്കെ? ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ. CBT 2 എക്സാം, CBT 1 എക്സാം കഴിഞ്ഞിട്ട് CBT 2 ടൈമിൽ മാത്രം പഠിച്ചാൽ മതി. 10 മാർക്കുള്ളൂ. നമുക്ക് ഓൾറെഡി ഏകദേശം അറിയാവുന്ന ടോപ്പിക്കാണ്. ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് പഠിക്കുക, അത്രേ ഉള്ളൂ. സോ അത് കഴിഞ്ഞിട്ട് പഠിച്ചാലും പോരെ? മുന്നേ മുതൽ പഠിച്ച് മറന്നു പോകണോ? അവിടെ വരെ എത്തണ വരെ കാത്തിരിക്കണോ? വേണ്ട. ഈ സമയത്ത് എത്തി പഠിച്ചാലും മതി. ഓക്കെ അല്ലേ? ഇത് പഠിക്കുമ്പോൾ പാരലി ഞാൻ ഇവർ 3 പേരെ ഓൾറെഡി പഠിച്ചതുകൊണ്ട് ഇവരെ റിവൈസ് ചെയ്യണം. ടെസ്റ്റുകളെ ഉപയോഗിച്ച് സബ്ജക്ട് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇവരെ ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതാണ് നമ്മുടെ ഒരു ഗ്രേറ്റർ ടൈം ടേബിളിന്റെ പ്ലാൻ. ആദ്യം നമ്മൾ മാത്സും റീസണിങ്ങും തുടങ്ങി. ഒരു 10-30% കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 30% വെയിറ്റേജ് ഉള്ള ആരെ തുടങ്ങി? സയൻസിനെ തുടങ്ങി. അത് നമ്മൾ അവയർനെസ്സിനെ തുടങ്ങി. പാരലായിട്ട് തന്നെ ആദ്യം മുതലേ ടെക്നിക്കൽ പഠിക്കുന്നു. CBT 1 എക്സാം വൺസ് കഴിഞ്ഞാൽ മുന്നേ പഠിച്ച ഈ 3 പേരെയും ഞാൻ റിവൈസ് ചെയ്യുന്നു. പുതിയ 2 പ്ലേയേഴ്സിനെ ഞാൻ അപ്പോഴാണ് പഠിച്ചു തുടങ്ങണേ, എൻവയോൺമെന്റിനെയും കമ്പ്യൂട്ടറിനെയും. ഇവിടം വരെ ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ വേണം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ടൈം ടേബിളിലേക്ക് നിങ്ങളുടെ വീക്ക് ഏരിയകൾ, നിങ്ങളുടെ സ്ട്രോങ് ഏരിയകൾ എല്ലാം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് കണ്ടുപിടിച്ചുള്ള ഹൈ വെയിറ്റേജ് ഏരിയ കൂടെ ഇവിടെ കൊണ്ടിടുക. അപ്പൊ ഇത് നിങ്ങളുടെ യൂണീക്ക് ആയിട്ടുള്ള ടൈം ടേബിൾ ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ അവിടെ മന്ത് റെഫർ ചെയ്യാത്തത്. ഏത് മാസം മുതൽ പഠിച്ചു തുടങ്ങണം, ഡേറ്റ് വൈസ് പറയാത്തതാ. ഈ ഒരു സ്ട്രക്ചറിനെ നിങ്ങളുടേതായിട്ടുള്ള ടൈം ടേബിൾ ആക്കി മാറ്റുക. അങ്ങനെ ആക്കി മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂണീക്ക് ആയിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 8 മന്ത് കോംപ്രിഹെൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു റൂട്ട് മാപ്പ് നിങ്ങൾക്ക് കിട്ടും. ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കാൻ പറ്റും. ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജി എടുക്കുക. ബേസിക് പ്ലാൻ ആയിട്ട് സ്റ്റഡി പ്ലാൻ, ഞാൻ പറഞ്ഞ കൺസെപ്റ്റിന്റെയും റിവിഷന്റെയും സ്റ്റഡി പ്ലാൻ എടുക്കുക. എന്നിട്ട് ഈ ടൈം ടേബിളും കൂടെ വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ഇവിടം വരെ ഓക്കെ ആണോ? ഇവിടം വരെ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു സാധനം നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, അടുത്തത് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാവും. എന്താ?
ബാക്കിയുള്ളവരുടെ കൂടെ ഞാൻ എത്തുന്നുണ്ടോ? എൻ്റെ കോൺഫിഡൻസ് ലെവൽ വളരെ ഡ്രോപ്പ് ആവുന്നില്ലേ? ഒരു 8 മാസത്തെ ഒരു ജേണിയാണിത്, അല്ലെങ്കിൽ 6 മുതൽ 8 മാസം വരെയുള്ള ജേണിയാണ്. ഇവിടെ ഞാൻ ലോ ആവാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഈ ചെയ്യുന്ന എൻ്റെ ട്രാക്ക് ശരിയാണോ? എൻ്റെ മോട്ടിവേഷൻ ഡൗൺ ആവാനുള്ള സാധ്യത ഉണ്ട്. അവിടെ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ എൻ്റെ പ്രോസസ്സ് ഫോളോ ചെയ്യുക. എനിക്ക് ഇവിടെ നിന്ന് റിസൾട്ടുകൾ കിട്ടുന്നില്ല, എനിക്ക് എന്നെ അസസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ എന്ത് ചെയ്യാം? എൻ്റെ കോൺഫിഡൻസ് നോക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുക? RRBയുടെ 30 ഷിഫ്റ്റുകളുണ്ട്. ഓരോ ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. ആദ്യം ഞാൻ പഠിച്ചു തുടങ്ങി ഒരു 10% ആകുമ്പോൾ ഒരു ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. എനിക്കൊരു 10 മാർക്ക് കിട്ടി. ഞാൻ പറഞ്ഞു 30 ഷിഫ്റ്റ് ഉണ്ട്. RRBയുടെ പ്രീവിയസ് ഇയർ ഷിഫ്റ്റ് 2018 പരീക്ഷകൾ 30 നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ അടുത്ത ഷിഫ്റ്റ് ചെയ്ത് നോക്കി, ഒരു 10%, കുറച്ചുകൂടെ പഠിച്ച അടുത്ത ഷിഫ്റ്റ് ചെയ്ത് നോക്കി, എനിക്കൊരു 15 മാർക്ക് ആവാനായിട്ട് കാണാം. അടുത്ത ഷിഫ്റ്റ്, മൂന്നാമത്തെ ഷിഫ്റ്റ് നോക്കി, വീണ്ടും ഒരു 20 മാർക്കിലേക്ക് ഉയർന്ന കാണാം. ഞാൻ പഠിക്കുന്ന അനുസരിച്ച് എൻ്റെ മാർക്ക് കയറുന്ന എനിക്ക് കാണാം. ഈ പ്രീവിയസ് ഇയർ ഷിഫ്റ്റുകൾ ഉപയോഗിച്ച് നമ്മളെ അസസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ കൂടുന്നത് ഇങ്ങനെ നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യാം. ഞാൻ പഠിക്കുന്ന ട്രാക്ക് നേരെയാണ്, ഞാൻ പഠിക്കുന്ന നേരെ പോകുന്നുണ്ട്, എനിക്ക് ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഞാൻ ഇമ്പ്രൂവ് ആവുന്നൊരു തോന്നൽ എൻ്റെ മനസ്സിന് കൊടുക്കും. ഞാൻ എൻ്റെ മനസ്സിനെ മനസ്സിലാക്കി, എന്നിട്ട് ഈ ഒരു തിയറി അവിടെ അപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ആ ഡിഫറെന്റ് ഷിഫ്റ്റിന് ചെയ്തിട്ട്, ടൈം വെച്ച് ഡിഫറെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീക്ക് ഏരിയ കണ്ടുപിടിച്ചു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, എൻ്റെ വീക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ബെസ്റ്റ് പരിപാടിയാണ്. ഞാൻ എൻ്റെ വീക്ക് ഏരിയ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് ഹൈ വെയിറ്റേജ് ഏരിയ കണ്ടുപിടിച്ചു. ഇതെല്ലാം എൻ്റെ സ്ട്രാറ്റജിയിൽ കൊണ്ടുപോയി അലൈൻ ചെയ്തു. ഇതെല്ലാം എൻ്റെ സ്ട്രാറ്റജിയിൽ ഇട്ടു. അപ്പൊ എൻ്റെ സ്ട്രാറ്റജി കുറച്ചുകൂടെ ഫുൾ പ്രൂഫ് ആവും. എൻ്റെ കോൺഫിഡൻസ് റെഡി ആയി കിട്ടും, എൻ്റെ ഹൈ വെയിറ്റേജ് ഏരിയ എനിക്ക് കിട്ടും, എൻ്റെ വീക്കും സ്ട്രോങ് ഏരിയാസ് മനസ്സിലാവും. ഇങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്ലാൻ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എളുപ്പത്തിലെത്തും. നിങ്ങൾക്ക് റീസണബിൾ ആയിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ എത്താനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. വൺസ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടിരുന്നാൽ നിങ്ങൾ വളരെ ക്ലൂലെസ് ആയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടോ എന്തെങ്കിലും ബുക്ക് എടുത്ത് വായിച്ചിട്ടോ ഇരിക്കില്ല. നിങ്ങൾ വ്യക്തമായിട്ട് ഈ പ്ലാനോട് മുന്നോട്ട് പോകും. ഞാൻ ഓരോന്ന് പഠിക്കാനുള്ള റെഫറൻസ് ബുക്കുകൾ പറഞ്ഞു, ഓരോന്ന് പഠിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞു, എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു, എങ്ങനെ ടെസ്റ്റുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് മേജർ ക്രൈറ്റീരിയ. ഏത് പരീക്ഷയും ക്വാളിഫൈ ചെയ്യാനുള്ള മേജർ ക്രൈറ്റീരിയ ഇതാണ്. നമുക്ക് ആക്ച്വലി എന്താ വേണ്ടേ? നമുക്ക് മാത്സിൽ പുലികളാവണോ? നമുക്ക് സയൻസിൽ പുപ്പുലികളാവണോ? നമുക്ക് അവയർനെസ്സിൽ കിടലിനാവണോ? വേണ്ട. നമുക്ക് അൾട്ടിമേറ്റ്ലി എനിക്ക് RRB JEE കിട്ടണം. അപ്പൊ എൻ്റെ കയ്യിലുള്ള എല്ലാ ടൂൾസും ഞാൻ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. എൻ്റെ എന്തൊക്കെ ഐഡിയകളുണ്ട്, എൻ്റെ എല്ലാ ടൂൾസ് ഉണ്ട്, അതെല്ലാം RRB JEE ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്ന ഉദ്ദേശത്തിലേക്ക് ഉപയോഗിക്കണം. അല്ലാതെ ഞാൻ ജനറൽ അവയർനെസ് പഠിച്ച് കാർഡ് കയറി പോകാനോ മാത്സിൽ അഗ്രഗണ്യനാവേണ്ട കാര്യമോ ഇല്ല. സോ ആ ഒരു ഉദ്ദേശം മാത്രം മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പരീക്ഷനെ ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം ഫ്ലോലെസ് ആയിട്ടുള്ള കുറച്ചൊക്കെ ഫെയിൽ പ്രൂഫാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ഐഡിയ നിങ്ങളുടെ മുന്നിൽ പിച്ച് ചെയ്തത്. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഈ ഒരു ഐഡിയയിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ RRB JEE പ്രിപ്പറേഷനെ ഒരു പടി മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പഠനത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്കോറിന്റെ ക്ലാസ്സിൽ, സ്കോറിന്റെ കോഴ്സുകളിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം കറണ്ട് അഫയർ കമ്പൈലേഷനുകളാണ്. നിങ്ങൾക്കറിയാം RRB JEEയുടെ CBT 1 സിലബസിലും CBT 2 സിലബസിലും ഏറ്റവും പ്രഡിക്റ്റബിലിറ്റി കുറവുള്ള, വെയിറ്റേജ് കുറവുള്ള, എന്നാൽ അത്രയും വാസ്റ്റ് സിലബസ് ഉള്ള ജനറൽ അവയർനെസ്സിൽ നിന്ന് 5 മാർക്കോളം ചോദിക്കുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയർ. അപ്പൊ ഈ കറണ്ട് അഫയറിന്റെ 15 ഹൈ വെയിറ്റേജ് ടോപ്പിക്കുകളെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു കൺസോളിഡേറ്റഡ് നോട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ ആയിട്ട് ഈ 15 ഹൈ വെയിറ്റേജ് കറണ്ട് അഫയേഴ്സ് ഏരിയനെ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവന്നേക്കാണ്. ഒരു പരീക്ഷയ്ക്ക് മുന്നേ പോയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടത് എന്താ? ക്രിസ്പ് ആയിട്ടുള്ള നോട്ടുകൾ കിട്ടുക എന്നുള്ളതാണ്. സോ അങ്ങനത്തെ 15 ടോപ്പിക്. ഏതൊക്കെയാണ് 15 ടോപ്പിക്കുകൾ? 2 കൊല്ലത്തെ RRB JEEയുടെ 2 കൊല്ലം മുന്നത്തെ എല്ലാ കറണ്ട് അഫയറുകളും കമ്പയർ ചെയ്ത ഈ 15 നോട്ടുകൾ, ഒബിച്വറീസ്, ഇമ്പോർട്ടന്റ് ഡേയ്സ്, എക്കണോമി, സയൻസ് ആൻഡ് ടെക്നോളജി, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇങ്ങനെ പോകുന്ന സ്പോർട്സ്, ഇങ്ങനെ പോകുന്ന 15 കറണ്ട് അഫയർ കമ്പയർ നിങ്ങൾക്ക് കൊണ്ടുവരികയാണ്. സോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കറണ്ട് അഫയർ പ്രിപ്പറേഷന്റെ ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷൻ പോലെ ഈ 4 or 5 ചോദ്യങ്ങൾ ചെയ്യാൻ ഈ 2 കൊല്ലത്തെ കറണ്ട് അഫയറിനെ മൊത്തം കമ്പയർ ചെയ്ത് ഒരു നോട്ടാക്കി മാറ്റിയ ക്രിസ്പ് ടേബിളുകളുള്ള നോട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തേതോ ക്യൂ കാർഡുകളാണ്. സ്വാഭാവികമായിട്ടും ചോദിക്കാം, എന്താണ് ഈ സ്കോർ ക്യൂ കാർഡ്? ബേസിക്കലി ക്വസ്റ്റ്യൻ കാർഡുകളാണ്. ഒരു ചോദ്യം നിങ്ങൾ പല ടെസ്റ്റുകളിലും പല പേപ്പറുകളിലും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ചോദ്യം, അതിന്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ഇവിടെ ഒരു ചോദ്യത്തില് ആ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ ഏറ്റവും നല്ല രീതിയിൽ, ഇനി ആ ചോദ്യവുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കുറച്ചും കൂടെ ടോപ്പിക്കുകളായിട്ട് ബന്ധമുള്ളത് അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താണ് അവിടുത്തെ എക്സാമ്പിൾ? ഒരു ക്വസ്റ്റ്യൻ
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയനിലൂടെ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡ് ഇട്ട് പഠിക്കാം. MOUCA, മൗക്ക എന്ന് പറഞ്ഞൊരു കോഡ് ഇട്ട് നിങ്ങൾ പഠിച്ചു, നിങ്ങൾ മറക്കൂല. സംസ്ഥാനങ്ങൾ നിങ്ങൾക്ക് കാണാം. സോ ഒരു കോഡ് ഇട്ടത് പഠിച്ചു, അതുകൊണ്ട് മതിയായോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം അതുകൊണ്ടായിട്ടുണ്ടാവും. പിന്നീട് അങ്ങോട്ടുള്ള ചോദ്യമോ, ഇന്ത്യയിലൂടെ പോകുന്ന മറ്റൊരു രേഖയാണ്, മറ്റൊരു സ്റ്റാൻഡേർഡ് രേഖയാണ് ഏത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലൂടെ പോകുന്ന സംസ്ഥാനങ്ങൾ നമുക്ക് എങ്ങനെ പഠിക്കാം? അതിനും കോഡിട്ട് പഠിക്കാം. രഘുമച്ച പമിത്രി എന്ന് പഠിച്ചു വെച്ചാൽ ഓരോ സംസ്ഥാനം, രാജസ്ഥാൻ, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, മിസോറാം, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ കോഡിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും എളുപ്പമായി. ഓക്കെ, ഇങ്ങനെ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് കുറെ അധികം ചോദ്യത്തിലേക്ക് എത്താൻ ഒരു കോംപ്രിഹെൻസീവ് ലേണിംഗിന് വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് മുന്നേ പോകുമ്പോൾ ഒരു സെറ്റ് ഓഫ് ക്യൂ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ഒരു ആസ്പെക്റ്റിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ് എന്ത്? സ്കോർ ക്യൂ കാർഡുകൾ. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കൺസെപ്റ്റ് പഠിക്കുക. കൺസെപ്റ്റ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ടെസ്റ്റ് സീരീസ് ചെയ്യുക, പ്രാക്ടീസ് ടെസ്റ്റുകൾ ചെയ്യാം. ഈ പ്രാക്ടീസ് ടെസ്റ്റുകളെ രണ്ട് വഴിയിൽ ചെയ്യാം. ഒന്ന് റിവിഷൻ ടെസ്റ്റ് ചെയ്യാം, അതായത് ഞാൻ പഠിച്ചതിനെ എന്റെ മെമ്മറിയിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ഡെയിലി, വീക്ക്ലി, സബ്ജക്ട് പകുതി തീരുമ്പോ ഇങ്ങനെയുള്ള റിവിഷൻ ടെസ്റ്റുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാണ്. സ്കോർ അക്കാഡമിയുടെ ആപ്പിൽ ഈ പറയുന്ന ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും, വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും, സബ്ജക്ട് ടെസ്റ്റ് ഉണ്ടാവും, അതുപോലെ ടെക്നിക്കലിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, നോൺ ടെക്നിക്കലിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന റിവിഷന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി, ഹൈ വെയിറ്റേജ് ഏരിയ, ലോ വെയിറ്റേജ് ഏരിയ, അതുപോലെ നിങ്ങളുടെ വീക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ടെസ്റ്റുകളെ, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉള്ള ഈ ടെസ്റ്റുകളെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇതുകൊണ്ടും തീരുന്നില്ല. ഇനി ഞാൻ കറണ്ട് അഫെയറിനെ പറ്റി ഘോരം പറഞ്ഞതാണ്. ഈ കറണ്ട് അഫെയറിൽ ഏറ്റവും പ്രാധാന്യമുള്ള കറണ്ട് അഫെയർസ്, അപ്പോയിന്റ്മെന്റ്സ് പോലെ, സ്പോർട്സ് പോലെ ഉള്ള കറണ്ട് അഫെയർസ് നിങ്ങൾക്ക് റീലുകളായിട്ട് ഫോർ എക്സാമ്പിൾ ആദിത്യ L1 റീല്, ഇന്ത്യക്ക് ഇപ്പോൾ അടുത്ത് T20 കപ്പ് കിട്ടി, അതിന്റെ റീല്, ആ റീലിന്റെ അകത്ത് ഒരു പേനയും പേപ്പറും എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചേക്കണ ഒരു റീൽ നിങ്ങൾ മുന്നിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പിക്ചോഗ്രാഫിക് മെമ്മറിയിലേക്ക്, നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കുന്ന രീതിയിൽ പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻഫോഗ്രാഫിക് റീൽസ്, അതിന്റെ കൂടെ തന്നെ ഇൻഫോഗ്രാഫിക് പോസ്റ്റേഴ്സും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലേണിങ്ങിനെ സഹായിക്കാൻ, നിങ്ങളുടെ മെമ്മറിയുടെ എല്ലാ ഭാഗത്തിനെയും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇതിൽ ഓരോന്നും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ മാക്സിമം നിങ്ങളുടെ RRB JEE പ്രിപ്പറേഷന് ഈ പറയുന്ന ടൂളുകളെ ഉപയോഗിക്കുക, നിങ്ങളുടെ പഠനം എളുപ്പമാക്കുക. സോ മേക്ക് യുവർ ലേണിംഗ് ഈസി വിത്ത് സ്കോർ അക്കാഡമി. സോ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. താങ്ക് യു.